ഒരിടവേളയ്ക്ക് ശേഷം ഗോദ്ര തീവണ്ടി തീവപ്പും ഗോദ്രാനന്തര കലാപവും നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ്. അയോധ്യയിലെ പൂർണ്ണാഹുതി യജ്ഞം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന രാമഭക്തർക്ക് ഗുജറാത്തിലെ ഗോദ്ര തീവണ്ടി സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണ്? ശത്രുരാജ്യവും പ്രാദേശിക ഇസ്ലാമിക ഭീകരവാദികളും നടത്തിയ ഗൂഢാലോചനയുടെ ഇരകളായി എങ്ങനെയാണ് ഈ 59 രാമഭക്തർ മാറിയത്? അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കാണ് തീവണ്ടി നീങ്ങിയിരുന്നത്. പഞ്ച്മഹൽ ജില്ലയിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് എത്തിയത് ഫെബ്രുവരി മാസം 27-ാം തീയതി രാവിലെ 7:43-നാണ്. 2000-ഓളം യാത്രക്കാർ തീവണ്ടിയിലുണ്ടായിരുന്നു. ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന രാമഭക്തരായിരുന്നു. ഗോദ്ര തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങിയ സബർമതി എക്സ്പ്രസ് പക്ഷേ 700 മീറ്റർ അകലെ വലിയൊരു ജനക്കൂട്ടം തടയുകയാണ്. ഹാജി ബിലാൽ എന്ന പ്രാദേശിക മുസ്ലിം നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ട്രെയിൻ തടഞ്ഞത്. ഇവരുടെ കൈകളിൽ മാരക ആയുധങ്ങൾ ഉണ്ടായിരുന്നു. കാഫിറുകളെ കൊല്ലാനും ബിൻ ലാദന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാനും ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. ട്രെയിൻ പൂർണ്ണമായി നിർത്തിയതോടെ പിന്നീട് രൂക്ഷമായ ആക്രമണമായിരുന്നു. ആസിഡ് ബൾബുകളും തീപ്പന്തങ്ങളും ഇവർ ട്രെയിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. S5, S6, S7 എന്നീ 3 കോച്ചുകളാണ് ഭീകരർ ലക്ഷ്യമിട്ടത്. കാരണം ഈ 3 കോച്ചിലെയും യാത്രക്കാരെല്ലാം അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന ശ്രീരാമ ഭക്തരായിരുന്നു. വിവിധ കോച്ചുകളെ ബന്ധിപ്പിക്കുന്ന വാക്വം പൈപ്പുകൾ തകർത്തുകൊണ്ടായിരുന്നു ജിഹാദികളുടെ ആക്രമണം. പുറത്തുനിന്ന് വാതിലുകൾ കുറ്റിയിട്ട ശേഷം കോച്ചുകൾക്ക് തീയിട്ടു. ഇങ്ങനെയാണ് 27 സ്ത്രീകളും പിഞ്ചു കുട്ടികളും ഉൾപ്പെടെ 59 രാമഭക്തർ ഗോദ്ര തീവണ്ടി സ്റ്റേഷന് സമീപം വെന്തു മരിക്കുന്നത്. ഗോദ്ര സ്റ്റേഷന് സമീപം വലിയ അഗ്നിബാധയുണ്ടായി എന്ന വിവരം ലഭിച്ച ഉടൻ തന്നെ ഫയർ യൂണിറ്റുകൾ അവിടേക്ക് കുതിക്കാൻ തുടങ്ങി. പക്ഷേ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക മുസ്ലിം നേതാവും കോൺഗ്രസ് നേതാവുമായ ഹാജി ബിലാലിൻ്റെ നേതൃത്വത്തിൽ ഫയർ യൂണിറ്റുകളെ തടയുകയായിരുന്നു. വാഹനം തടഞ്ഞുവെന്ന് മാത്രമല്ല, വാഹനത്തിൻ്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ദേശീയ തലത്തിലും സംസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1965-ലും 69-ലും 85-ലും രക്തരൂക്ഷിതമായ കലാപങ്ങൾക്ക് ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചു. ഈ കലാപങ്ങളിലെല്ലാം വലിയ തിരിച്ചടിയേറ്റ ഹൈന്ദവ സമൂഹത്തിന് ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതായിരുന്നില്ല ഗോദ്രയിലെ സംഭവം. ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായ പ്രതികരണം ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു. ഗോദ്രാനന്തര കലാപത്തെ മുസ്ലിം വംശഹത്യ എന്നൊക്കെയാണ് പൊതുവെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ 2005-ൽ UPA സർക്കാരിൻ്റെ കാലത്തുള്ള ആഭ്യന്തര സഹമന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. കലാപത്തിൽ കൊല്ലപ്പെട്ടവരിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമുണ്ട്. നാശനഷ്ടത്തിൻ്റെ കണക്കെടുത്താലും അങ്ങനെ തന്നെ. പിന്നീട് എങ്ങനെ ഇതൊരു മതവിഭാഗത്തിനെതിരെയുള്ള സംഘടിതമായ ആക്രമണം എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു എന്ന ചോദ്യം ഉയരുന്നു. ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന് നേരെയുണ്ടായ ആക്രമണത്തെപ്പറ്റി വിശദമായി പഠിച്ച നാനാവതി കമ്മീഷൻ 2008-ലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഭാഗമാണ് സംഘടിതമായ ആക്രമണം എന്ന വിലയിരുത്തലാണ് റിപ്പോർട്ടിലുള്ളത്. 2011-ൽ വിചാരണ കോടതി 31 ഇസ്ലാമിസ്റ്റുകളെ കേസിൽ ശിക്ഷിച്ചു. ഇതിൽ 11 പേർക്ക് വധശിക്ഷ നൽകി. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് MP എഹസാൻ ജാഫ്രിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ സബർമതി എക്സ്പ്രസിന് നേരെ നടത്തിയ ആക്രമണത്തിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ഗായത്രി എന്ന കൊച്ചുകുട്ടിയെപ്പറ്റി മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഗുജറാത്ത് കലാപം എന്നത് ഏകപക്ഷീയമായി
മുസ്ലിങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അന്നും ഇന്നും ശ്രമം നടക്കുന്നത്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഗോത്ര വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. പക്ഷേ ഇത്തവണ അതിന് മറ്റൊരു സ്വഭാവമുണ്ട്. സാമൂഹികമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മാധ്യമത്തിലൂടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് തികച്ചും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ വളരെ ബോധപൂർവം അവതരിപ്പിക്കുക. അതായിരുന്നു ലക്ഷ്യം. ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. കാലം തീർപ്പാക്കിയ കലാപം പുനഃസൃഷ്ടിക്കാനുള്ള വ്യഗ്രത ആർക്ക്? ഗോത്രയിൽ മറക്കാൻ പാടില്ലാത്തത് എന്ത്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നവർ സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഹിന്ദു ഐക്യവേദി നേതാവ് കെ ശശികല ടീച്ചർ, റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം നുസ്രത് ജഹാനൊപ്പം ഇടത് നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ കെ ശശികല ടീച്ചറിലേക്ക്. ടീച്ചർ, രാജ്യത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്ത തരത്തിൽ നിലവിലെ ഭരണത്തെ വിമർശിക്കുക മാത്രമല്ല, തെറ്റിദ്ധാരണാജനകമായ പല പ്രസ്താവനകളും നടത്തിക്കൊണ്ട് ഒരു സിനിമ, അതിന് തിരക്കഥ രചിക്കുക, അത് അണിയറ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിന്നവർക്കോ പോലും അതിൻ്റെ തിരക്കഥയെക്കുറിച്ച് പൂർണ്ണമായ ഒരു രൂപം നൽകാതെ ഒളിച്ചു കടത്തൽ തന്ത്രത്തിലൂടെ അത് ആവിഷ്കരിക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ രാജ്യത്തിനെ തന്നെ അവഹേളിക്കുന്ന, രാജ്യത്തിൻ്റെ അന്തസ്സിനെ തന്നെ അവഹേളിക്കുന്ന, മന്ത്രിമാരെ അവഹേളിക്കുന്ന, എന്തിന് അന്വേഷണ ഏജൻസികളെ പോലും മുൾമുനയിൽ നിർത്തുന്ന, സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഈ രീതിയിലുള്ള ആവിഷ്കാരം ഒരു സിനിമയായി ആരുടെയായിരുന്നു ഈ അജണ്ട എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഭരണകൂടങ്ങളെ വിമർശിക്കുന്നതിന് നമ്മൾ ആരും എതിരല്ല. വിമർശന വിധേയമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിമർശിക്കാം. അതിന് കലയും സാഹിത്യവും ഒക്കെ അതിനൊരു മാധ്യമമായി ഉപയോഗിക്കുകയും ചെയ്യാം. അത് ലോക ചരിത്രത്തിൽ എന്നും നടക്കുന്ന കാര്യമാണ്. അത് നമ്മൾ തടയുക എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒക്കെ എതിരാണ്. ഒരു ജനാധിപത്യത്തിൽ അതൊരിക്കലും ഭൂഷണവുമല്ല. ജനാധിപത്യ സംവിധാനങ്ങൾക്ക് അത്തരം വിമർശനങ്ങൾ അരുത് എന്ന് പറയുന്നത് ഭൂഷണവുമല്ല. അങ്ങനെ ധാരാളം ആര് ഭരിക്കുമ്പോൾ വിമർശനങ്ങൾ ധാരാളം നടക്കും. ഒരുപക്ഷെ വിമർശിക്കാനുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കി വിമർശിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഭരണകൂടത്തെ വിമർശിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ഇവിടെ നമുക്കറിയാം, പച്ച മാംസം കത്തിച്ചതിന്റെ മണം നമുക്കിപ്പോഴും മാറിയിട്ടില്ല. ഗോത്രയിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും നമുക്ക് ആ മണം ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള അവര് പച്ചയ്ക്ക് തീയിട്ടതാണ്. അതിന്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടും കഴിഞ്ഞ ഒരു സംഭവം. എന്നിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിധത്തിൽ അതിനെയൊക്കെ തന്നെ പരത്തി പറഞ്ഞ് സിനിമയിൽ മറ്റെന്തോ ഒരു നെറേറ്റീവ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. ഇത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ആരാണോ സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ഇറക്കുന്നത് അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട ആരിലൂടെയൊക്കെയോ നടപ്പാക്കപ്പെട്ടു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. അതല്ലാതെ കലാമൂല്യം ഉറപ്പിക്കാനോ അല്ലെങ്കിൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കാൻ ഇതിനൊന്നും വേണ്ടിയല്ലത്. പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയില്ല. ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും കേരളത്തിന് അപ്പുറത്തേക്ക് ഏറിക്കവിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ പോലും എന്തെങ്കിലും ഒരു ഇളക്കം ഉണ്ടാക്കാം എന്നതിൽ കവിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഈ സിനിമ മിക്കവാറും ഒരു സ്ക്രീനിൽ പോലും കാണാൻ സാധിക്കുമോ നമുക്കറിയില്ല. കാരണം അവർക്ക് കൃത്യമായി അറിയാവുന്ന അവരതിന്റെ നോവ് അനുഭവിച്ചവരുടെ മുന്നിലേക്ക് ഇതുമായി ഇവർക്ക് ചെല്ലാൻ സാധിക്കും. അതിന് മാർക്കറ്റ് കിട്ടും. അപ്പോ വളരെ വ്യക്തമാണ്, സിനിമ ഓടണം എന്നതിനുപരിയായി ഈ ഫണ്ട് ഇറക്കിയവർക്ക് മറ്റു ചില അജണ്ടയില്ല. അതിന് ഇവിടെ ചിലർ നിമിത്തമായി പോയി എന്നുള്ളതാണ്. സിനിമ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ പലരും അറിഞ്ഞിട്ടില്ല തിരക്കഥ എന്നൊക്കെ പറയും. എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയെങ്കിലും അത് വളരെ ഗുരുതരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോ ആരുടെയോ ഒരു ഹിഡൻ അജണ്ട ഇതിലൂടെ നടപ്പാക്കി. മറ്റൊന്ന് നമുക്കറിയാം, ഇപ്പോ ഒട്ടുമിക്ക സിനിമകളും പരാജയമാണ്, സാമ്പത്തികമായി പരാജയമാണ് എന്ന് പറയുമ്പോൾ ആ സാമ്പത്തികമായ പരാജയത്തെ മറികടക്കാനുള്ള ഒരു കുതന്ത്രമായി ഇതിനെ കണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അതില് ഒരു പക്ഷേ പ്രായമാകുമ്പോൾ അഭിനയത്തിന് വരുന്ന കുറവോ അതോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ കൊണ്ട് തുടർച്ചയായി സിനിമകൾ പരാജയപ്പെടുന്ന ചിലരെ വിജയിപ്പിച്ചെടുക്കാൻ ഇങ്ങനെയുള്ള അജണ്ടകളിലൂടെ സാധിക്കും. ചില കാര്യങ്ങൾ തുറന്നു തന്നെ നമുക്ക് പറയണം. ഇപ്പൊ നമുക്കറിയാം, മോഹൻലാൽ എന്ന നടനെ നമുക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ ഞാൻ എത്ര നേരം ഇല്ലെങ്കിൽ ഇപ്പോഴും ഇരുന്ന് കാണുന്നില്ല. പക്ഷെ ഒരിക്കലും ആ നിലവാരത്തിലേക്ക് പുതിയ സിനിമകൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതൊരു സത്യമാണ്. അത് അഭിനയം കൊണ്ടാകാം, അതൊരു പക്ഷേ ശരീരത്തിന് വന്ന പ്രായം വരുത്തിയ ചില മാറ്റങ്ങളെ കൊണ്ടാകാം. എന്തായാലും ആ നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പോ അങ്ങനെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, പൃഥ്വിരാജിന്റെ ഉദ്ദേശവും കാരണം വാര്യംകുന്നനെ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ തന്നെ രാഷ്ട്രപിതാവായി മാറ്റാനുള്ള ഒരു പരിശ്രമത്തൊക്കെ മോഹിച്ച് നടന്നയാളാണ്. പക്ഷെ തക്ക സമയത്തുള്ള പ്രതികരണം കൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച വിധത്തിലേക്ക് അത് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ നിരാശാബോധമൊക്കെ ഇതിൽ നടപ്പാക്കുന്നു.
അപ്പൊ ആരാണ് വില്ലൻ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. രാഷ്ട്രത്തിന്റെ അന്വേഷണ ഏജൻസികളെ വരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രൊപ്പഗണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കാൻ ആ തെരഞ്ഞെടുത്ത പേര് പോലും പ്രിയദർശിനി, ഇന്ദിരാ പ്രിയദർശിനി എന്നുള്ള പേര് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇന്ദിരാ ഗാന്ധി എന്നവര് ഒരു നാമം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ദിരാ പ്രിയദർശിനിയാണ്. അപ്പൊ ഇവിടെയും രക്ഷപ്പെടുത്താൻ വരുന്നയാള്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വരുന്നയാള് പ്രിയദർശിനിയാണ്. ഇപ്പോ വയനാട്ടിലേക്ക് ഒളിച്ചു കടത്തപ്പെട്ട അല്ലെങ്കിൽ വയനാട്ടിൽ വന്ന് രക്ഷ നേടുന്ന ചിലരെയൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്താനുള്ള ആ രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട അത് സിനിമയിലൂടെ കൊണ്ടുവന്നുവെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ട് നടന്ന് പ്രദർശിപ്പിക്കേണ്ട വെറും ഒരു സിനിമ മാത്രമായിരുന്നു. നമുക്കറിയാലോ, മറ്റേ വലിയ വാനിലൊക്കെ കൊണ്ടുവന്ന് വലിയ സ്ക്രീനൊക്കെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് പലരും പ്രചരണം നടത്താറുണ്ട്. കോൺഗ്രസ് പാർട്ടി അത്തരത്തിൽ നടത്തേണ്ടുന്ന ഒരു സിനിമ മാത്രമായിരുന്നു. അല്ലാതെ ഇതുപോലുള്ള പൊതുവായ സ്ക്രീനുകളിൽ എത്തിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കേണ്ടതല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രൊപ്പഗണ്ട മാത്രമാണ്. അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിലേറാൻ ഈ 56 രാമഭക്തരുടെ ആ രക്തവും മാംസവും അത് വിൽക്കരുതായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ സിനിമയ്ക്ക് ഇറങ്ങിയ പണത്തെ പറ്റി കാര്യമായ അന്വേഷണം വേണം. ആരാണ് ഇതിൽ കളിച്ചത് എന്നുള്ളത് അറിയണം. ഒരു തികച്ചും രാഷ്ട്രവിരുദ്ധരാണ്. കാരണം ദേശീയതയ്ക്കെതിരായി രാഷ്ട്രത്തെ ഇനിയും ഭിന്നിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള പരിശ്രമമാണ് അതിന്റെ പിന്നിൽ നടന്നത്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഏക അജണ്ട വെച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത്. അതുമാത്രമല്ല, ടീച്ചർ നേരത്തെ വാരിയംകുന്നന്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായത്, അത് വലിയ രീതിയിൽ ഒരു സിനിമയാക്കി പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുക എന്നുള്ളത് ചിലരുടെയെങ്കിലും ഗൂഢ ലക്ഷ്യമായിരുന്നു. പക്ഷേ വിമർശനങ്ങളുണ്ടായി, എതിർപ്പുകളുണ്ടായി. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കലാപകാരി, സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള ലേബലിൽ അറിയപ്പെടുക എന്നുള്ളത് ചരിത്രത്തിന്റെ ഉദാഹരണങ്ങൾ നിരത്തി വിമർശിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്ന കുറച്ചുപേരുണ്ട്. ഒരുപക്ഷെ അവരുടെ കൂടി അജണ്ട നടപ്പിലാക്കലായിരിക്കുമോ ഇത്തരത്തിൽ മറ്റൊരു രൂപത്തിലുള്ള ഈ തിരക്കഥ? അങ്ങനെ കൂടി പറയേണ്ടി വരുമോ? തീർച്ചയായും വാരിയംകുന്നനെ പ്രതിഷ്ഠിക്കാൻ സാധിക്കാത്തതിലുള്ള ഖേദം ഇത് ഒളിച്ചു കിടത്തിയതാണ്. ഇത് നമുക്ക് ഈ സ്ക്രീനിൽ എത്തുന്നത് വരെ ഇതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ അതിൽ പങ്കെടുത്ത കലാകാരന്മാർക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ ഒളിച്ചു കിടത്തുകയാണ്. വാരിയംകുന്നൻ അവര് മുൻകൂട്ടി പ്രഖ്യാപിച്ചപ്പോൾ വലിയ തോതിൽ വിമർശനങ്ങൾ വന്നു. അതോടുകൂടി ആരാണ് വാരിയംകുന്നൻ എന്നുള്ളത് കേരളത്തിന് വളരെ വ്യക്തമായി മനസ്സിലായി. കേരളത്തിനല്ല, രാഷ്ട്രത്തിന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലായി. ഒരു നീചനായ ഒരു ജിഹാദി മാത്രമായിരുന്നു വാരിയംകുന്നൻ എന്നുള്ളത്. ഒരു ഭീരുവായ, നീചനും ഭീരുവുമായ ഒരു ജിഹാദി മാത്രമായിരുന്നു വാരിയംകുന്നൻ എന്നുള്ളത്. അദ്ദേഹത്തെ മാട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്ന പോലെ അദ്ദേഹത്തെ ഒരു കുപ്പായം ഇടിച്ച്, സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുപ്പായം ഇടിച്ച് സ്വാതന്ത്ര്യത്തിന് വലിയ പങ്കൊന്നും വഹിക്കാത്ത സമുദായത്തിന് ആരെങ്കിലും ഒക്കെ കിട്ടണമല്ലോ എന്നുള്ള നിലയ്ക്ക് അവർക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു കുൽസിത ശ്രമമായിരുന്നു നടന്നത്. പക്ഷെ അത് തക്ക സമയത്ത് പ്രതികരണം കൊണ്ട് അതില്ലാതായി. അപ്പൊ അതിന് ഒളിച്ചു കിടത്തിയതാണ് ഇവിടെ ഇത്തരത്തില് ഗുജറാത്ത് കലാപങ്ങളെ വെള്ളപൂശാനും അല്ലെങ്കിൽ തീവ്രവാദിയായത്. അത് ചിന്തിക്കണം നമ്മള്. പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടി കേരളത്തിലേക്ക് എത്തുന്നു. പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടുന്നുണ്ട്, കേരളത്തിലേക്ക് വരുന്നുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ പരിശീലനം നേടുന്നതിന് കാരണം അവർക്ക് കിട്ടിയ ചില അല്ലെങ്കിൽ ദുരനുഭവങ്ങളാണ് എന്ന നിലയിലൊക്കെ ഇതിനെ വെള്ളപൂശി കൊണ്ടുവരുമ്പോൾ എത്രമാത്രം രാഷ്ട്രവിരുദ്ധമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അത് പല ആവർത്തി തന്നെ വേഷഭൂഷാദികളിലൂടെയും ആ പേരുകളിലൂടെയും ഒക്കെ അത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങേയറ്റം ഖേദകരം. ചർച്ചയിലേക്ക് അതെ, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഗോത്ര എന്തായിരുന്നു എന്നുള്ളത് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അതിന് നിയമവ്യവസ്ഥിതി തന്നെ അല്ലെങ്കിൽ നിയമവൃത്തങ്ങൾ തന്നെ അതിന് ഉതകുന്ന സാഹചര്യങ്ങൾ, പ്രതികളായവർക്ക് ശിക്ഷ, 11 പേരോളം വധശിക്ഷയ്ക്കൊക്കെ വിധേയരായവരാണ്. ഗോത്ര എന്താണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ എമ്പുരാൻ എന്ന സിനിമയിലൂടെ ഗോത്ര ഒരു തിരികെ കയറ്റലായിരുന്നു. അതിലൂടെ രൂപപ്പെട്ട നായകൻ അല്ലെങ്കിൽ അതിൻ്റെ ഇരയായി ഇരവാദം ഉയർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഉയർന്നു വരുന്നു. അവിടെ വില്ലൻ പരിവേഷം മുഴുവൻ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു നാമധാരികൾ, ഹിന്ദു വേഷധാരികൾ. അവർ പിന്നീട് ഭാരതത്തെ, തുടർന്ന് കേരളത്തിൽ എങ്ങനെയൊക്കെ ഭരണം നടത്താം അല്ലെങ്കിൽ ഭരണം പിടിക്കാമെന്നുള്ള അജണ്ട സെറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയായിട്ടാണ് താങ്കൾക്ക് കരുതുന്നത്? നോക്കൂ, ഇവിടെ ഈ ഒരു ചലച്ചിത്രം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് കണ്ട വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും എന്നോട് വിളിച്ച് ഇതേപ്പറ്റി പറഞ്ഞു. ഇതിന്റെ ഇതിവൃത്തം എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ കഥ പുരോഗമിക്കുന്നത്, എന്താണ് ഇതിന്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു. എന്നോട് പലരും പറഞ്ഞു. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ ഒരു താരത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു അസൽ ഹിന്ദു വിരുദ്ധ സിനിമയാണ് എമ്പുരാൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഹിന്ദു വിരുദ്ധം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ 59 ഹിന്ദു തീർത്ഥാടകരെയും കർസേവകരെയും ആണ് അവിടെ ചുട്ടുകൊന്നത്.
ആ ചുട്ടു കൊന്നതിനെ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലൂടെയാണ് ഇപ്പോൾ ഉള്ള നരേന്ദ്രമോദിയുടെ ഭരണം വന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് ഇപ്പോഴത്തെ എല്ലാ സൗകര്യങ്ങളും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കിട്ടിയതെന്ന് പറയുമ്പോൾ അതിന്റെ ആഴം വളരെ വലുതാണ്. ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷെ വേണമെങ്കിൽ ഒരു ഇസ്ലാമിക വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, അവരെ സംബന്ധിച്ച് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായെന്നൊക്കെ ചിന്തിച്ചേക്കാം. കാരണം ഗുജറാത്തിൽ പഴയ പോലെ അല്ല, 1921 ആയില്ല ഗുജറാത്തിലെ കാര്യം. കാരണം കേരളത്തിലെ ഹിന്ദു അല്ല ഗുജറാത്തിലെ ഹിന്ദു. ആ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർ ഖിൽജിയെയും ഗോറിയെയും സോമനാഥ ക്ഷേത്ര ആക്രമണത്തെയൊക്കെ കണ്ടു വളർന്ന തലമുറകളാണ്. അപ്പൊ അവരുടെ പ്രതികരണം രൂക്ഷമായിരിക്കും. കാരണം ഒരു ഇസ്ലാമിക അധിനിവേശത്തെയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തവരാണ് അവരുടെ തലമുറകൾ. കേരളത്തിലെ പോലെയല്ല. കേരളത്തിൽ 1921 നമ്മുടെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ക്രൂര മുഹമ്മദർ എന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ച ഇവർ പുറത്തു വന്ന് കാലിളക്കുമ്പോൾ പുറത്തേക്ക് വന്ന് തലകുനിഞ്ഞ് നിൽക്കുക, കഴുത്ത് നീട്ടിക്കൊടുക്കുക, വെട്ടാൻ എന്ന രീതിയിലായിരുന്നല്ലോ കേരളത്തിലെ കാര്യങ്ങൾ. പക്ഷെ അതുപോലെ ആയില്ല ഗുജറാത്തിൽ എന്നതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. ഗുജറാത്തിൽ ഗോധ്രയിൽ ഉണ്ടായ ഈ വിഷയത്തിന്റെയൊക്കെ മൂല കാരണത്തെ തമസ്കരിച്ചുകൊണ്ട് അതിന്റെ തിരിച്ചടിയെ മാത്രം പെരുപ്പിച്ചു കാണിക്കുന്നത് ഇരവാദ മുഴക്കലാണ്. ഇരവാദ മുഴക്കൽ ഇപ്പോ നോക്കൂ, ഇസ്രായേലിന്റെയും പലസ്തീന്റെയും കാര്യത്തിൽ പോലും നടക്കുന്ന എന്താണ്? അങ്ങോട്ട് ഒക്ടോബർ 7 2023 ഇവർ കയറി സീസ് ഫയറിനെ വയലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇനി ഇത്രയധികം ആളുകൾ പലസ്തീനിൽ മരിക്കുമായിരുന്നില്ലല്ലോ. അപ്പൊ ഇവർ ചെയ്യുന്ന അങ്ങോട്ട് കയറി ചൊറിയൽ എന്ന പരിപാടി നിർത്തിയാൽ, അതായത് അവരുടെ കൊലക്കത്തി താഴെ വെച്ചാൽ, ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും സമാധാനപ്രിയരായ, കൂടെ ജീവിക്കാൻ ഏറ്റവും ആഹ്ലാദപ്രദമായ സാഹചര്യം ഒരുക്കുന്ന ഒരു വലിയ വിശാല മനസ്സുള്ള സമൂഹമാണ്. അതിനെ പോലും കയറി ചൊറിയ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവരുടെ ചില്ലറ സൂക്കേടൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. മാത്രമല്ല മോദിജി അവിടെ അധികാരത്തിലേറ്റ് അധികം കഴിയുന്നതിന് മുൻപേയാണിത്. ആ ഒരു സർക്കാർ വന്നതിന് അധികം കഴിയുന്നതിന് മുൻപേ തന്നെ ഈ അദ്ദേഹത്തിനെ അങ്കലാപ്പിലാക്കുക എന്ന ഒരു തന്ത്രവും കൂടെ, രാഷ്ട്രീയ തന്ത്രവും കൂടെ ഇതിന് പിന്നിലുണ്ട്. അത്. രണ്ടാമത്തത്, ഈ ചലച്ചിത്രത്തെ പറ്റി പറയാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് എടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന പഴയ അന്തരിച്ച നടൻ സുകുമാരന്റെ മകനാണ്. ഈ സുകുമാരന്റെ മകൻ സത്യത്തിൽ ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, മോഹൻലാലിന്റെ യുഗം കഴിഞ്ഞു, ഇനി ആ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ അതിലും മേലെ സംവിധായകനടക്കമായി ഞാൻ വന്നിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. മോഹൻലാലിന്റെ അഭിനയ കരിയറിന്റെ ഒടുക്കമായിട്ടാണ് ഈ സിനിമ ഇവർ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ആ വലിയ സിനിമയിൽ ആകെ 5 or 6 ഡയലോഗ് മാത്രമാണ് ഈ മഹാനടന് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇദ്ദേഹത്തെ വെച്ച് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ തള്ളിക്കയറ്റും, ടിക്കറ്റിന്റെ ചിലവാകൽ എല്ലാം മുൻകൂട്ടി കണ്ടൊരു നല്ല സാമർഥ്യമുള്ള ബിസിനസ്സുകാരൻ തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ. പക്ഷെ പൃഥ്വിരാജ് സുകുമാരൻ മറന്നു പോകുന്ന ഒന്നുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരനായ ഹിന്ദുവിന് ഇന്നത്തെ കാലത്ത് കൃത്യമായ രാഷ്ട്രീയം അറിയാം. രാഷ്ട്രീയം മാത്രമല്ല, താങ്കളുടെ പൂർവികരോട് എന്താണ് ജിഹാദികൾ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന കാര്യത്തെപ്പറ്റി നിങ്ങളാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി ഓരോ ദിനവും ഹിന്ദുക്കൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളുടെയും വായിച്ചും കേട്ടും നേരിട്ട് അനുഭവിച്ചും. കാരണം 2002 ഈ ഫെബ്രുവരി 27 ഈ ഗോധയിലെ ഇൻസിഡന്റ് ഉണ്ടായത്. 2003 മെയ് 1 എന്താ ചെയ്തത്? കോഴിക്കോട് മാറാട് കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന 9 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കി കൊന്നില്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സമൂഹം ഞെട്ടലോടെ, വേദനയോടെ കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ കൊലക്കത്തി താഴെ വെക്കേണ്ടത് ആരാണ് എന്നൊരു സൂചന അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഗുജറാത്തിൽ മാത്രം കിട്ടിയതിന്റെ വേദന പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറാതെ അതിനെപ്പറ്റി ഇടതുപക്ഷ ബുദ്ധിജീവികളെ കൊണ്ട്, കോൺഗ്രസിലെ നേതാക്കന്മാരെ കൊണ്ട് നിരന്തരം പറയിപ്പിച്ച് ഹിന്ദു സമൂഹം എന്തോ വലിയ അക്രമികളാണ്. അത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒരിക്കല് വിക്കിലീക്സ്, ജൂലിയൻ അസൈഞ്ചിന്റെ വിക്കിലീക്സിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിക് ടെററിസം അല്ല സത്യത്തിൽ ഭാരതത്തെ ബാധിക്കുന്ന പ്രശ്നം, അത് ഹിന്ദു ടെറർ ആണെന്ന്. അപ്പൊ ഹിന്ദു ടെറർ എന്നൊരു പദം പോലും സൃഷ്ടിച്ചത് ഈ രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ ഹിന്ദുക്കളെ ജിഹാദികൾക്ക് സമമായോ അല്ലെങ്കിൽ ജിഹാദികളെക്കാൾ മോശമായോ ചിത്രീകരിക്കാൻ വേണ്ടി വെമ്പുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിലുണ്ട്, അത് കോൺഗ്രസ് ആണ്. യാതൊരു സംശയമില്ലാണ്ട് പറയാതെ. ആ കോൺഗ്രസ് ഇന്നിപ്പോ ഉപ്പുവെച്ച കലം പോലെ ഭാരതം മുഴുവൻ അനാഥപ്രേതം പോലെ നടക്കുന്നതിന്റെ കാരണവും ഞാൻ പറയുന്ന RSSന്റെയോ BJPയുടെയോ പ്രവർത്തനത്തെക്കാൾ ഒക്കെ ഉപരി ഹിന്ദു സമാജത്തിന് ഹൃദയത്തിൽ മുറിവേറ്റുന്ന സംഭവങ്ങൾ തുടരെ വരുമ്പോൾ ഏത് ജനതയാണ് ചിന്തിക്കാത്തത്? ഞങ്ങളുടേതായ ഒരു ഭരണം വരണം, ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടണം, ഞങ്ങൾ വഴിച്ചെണ്ടയല്ല, അമ്പലമണിയല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വന്നു. സത്യത്തിൽ ഹിന്ദുക്കൾ സംഘടിക്കാൻ കാരണം RSS ആണെന്ന് ഞാൻ പ്രാഥമികമായിട്ട് പറയില്ല.
പ്രാഥമികമായിട്ട് അത് ഇസ്ലാമിക ശക്തികളുടെ ക്രൂരവും നിന്ദ്യവുമായ അസഹിഷ്ണുതയും ആക്രമണങ്ങളുമാണ്. അത് RSSO BJPയോ ഉണ്ടാവുന്നതിന്റെ പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖിൽജിയും മുഹമ്മദ് ഗോറിയും ഒക്കെ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളാണ് ഇവരെ പറ്റി മാറി ചിന്തിക്കാൻ ഹിന്ദു സമൂഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പൊ ആ താഴെകളൊന്നും പറയാതെ കണ്ട് ഗുജറാത്ത് കലാപത്തെ ഉയർത്തി കാണിക്കുന്നതിന്റെ കാരണം ഹിന്ദു ടെററിസം ഒരു യാഥാർത്ഥ്യമാണെന്നും RSS ഒരു ഹിന്ദു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആണെന്നും BJP ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് ഹിന്ദു ടെറർ എൻകാഷ് ചെയ്തിട്ടാണെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമർത്ഥമായി ജിഹാദി ഫണ്ടിങ്ങോടുകൂടി എടുത്ത ഒരു ചിത്രമാണിത്. എന്റെ മറ്റൊരു വിഷയം പറയാം. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഒരു 15-20 വർഷമായിട്ട് അഭിനയം മറന്നയാളാണ്. അത് യാതൊരു സംശയവും. നിങ്ങൾ അയാളുടെ ഒരു 20 വർഷത്തിന് ശേഷം, അതായത് 1999 ശേഷം 2000 ആണ്ട് പിറന്നതിന് ശേഷം അയാളുടെ മുഖത്ത് കാര്യമായ മാറ്റം, പ്രായത്തിന്റെ മാത്രമല്ല, അയാൾക്ക് അഭിനയം എന്നതും മറന്നുപോയിരിക്കുന്നു. നമ്മളെ നാട്ടിൽ പണ്ട് പറയും നെയ്യ് കുടിച്ചതുപോലെ. എന്നുവെച്ചാൽ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ട് നെയ്യ് കുടിച്ചു കഴിഞ്ഞാൽ അധികം അനങ്ങാൻ പാടില്ല, മുഖമൊന്നും അധികം അനക്കര, ശരീരം അനക്കാൻ പാടില്ല. നെയ്യ് കുടിച്ചതുപോലെയാണ് മിക്ക ചലച്ചിത്രത്തിൽ അഭിനയിക്കും. കൈ മാത്രം ഇങ്ങനെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ മോഹൻലാലിന്റെ അഭിനയം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയും നീ ഒരു വർഗീയവാദിയാണ്, അതുകൊണ്ട് നിനക്ക് നിന്റെ മതത്തെ പറഞ്ഞപ്പോൾ മോഹൻലാൽ അതിൽ അഭിനയിച്ചപ്പോൾ നീ മോഹൻലാലിനെ കുറ്റം. അങ്ങനെയല്ല. ഞാൻ ഇതിന് മുൻപും ഈ എമ്പുരാൻ ഇറങ്ങുന്നതിന്റെ ഒരു 5 വർഷം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ പരസ്യമായി എഴുതിയിട്ടുണ്ട്. ഒരു കാലത്ത് അനേകം കിളികൾക്കും മറ്റും വീടായിരുന്ന ഒരു വൻ വൃക്ഷം, അനേകർക്ക് തണലേകിയ ദാഹമകറ്റിയ ഒരു വൻ വൃക്ഷം ഇന്ന് ഇല പൊഴിച്ചു നിൽക്കുകയാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ന് മോഹൻലാൽ വെറും ഒരു മരുപ്പറമ്പിലെ മരം മാത്രമാണ്. നമ്മുടെ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഒരു പദം കടമെടുത്ത് പറയുകയാണെങ്കിൽ മോഹൻലാലിനെ പറ്റി പറഞ്ഞത്, ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞു ഇയാൾ ഒരു കങ്കാളമാണ് എന്ന്. അത് സത്യമാണ്. മോഹൻലാൽ ആത്മാവില്ലാത്ത വെറും ഒരു എന്താ പറയുക അസ്ഥികൂടമായി മാറിയിട്ട് കാലമേറെ. ഇദ്ദേഹത്തിന് ആത്മാവില്ലാത്തതുകൊണ്ടല്ലേ കിവി ഐസ്ക്രീമിന്റെ പരസ്യം മുതൽ കക്കൂസ് ടാങ്കിന്റെ പരസ്യത്തിൽ അവരെ കാശ് വാങ്ങി അഭിനയിക്കുന്നത്? എന്തെങ്കിലും തത്വദീക്ഷയുണ്ടോ? ഞാൻ ചോദിച്ചത്, ഇപ്പൊ എന്നോട് പലരും പറയുന്ന സുഹൃത്തുക്കൾ പറയുന്നത് അങ്ങനെ ലാലേട്ടനെ പറ്റി പറയരുത്. ലാലേട്ടൻ സ്വാമി വിവേകാനന്ദനോ ശങ്കരാചാര്യരോ ഒന്നുമല്ല. എനിക്ക് അനിഷേധ്യമായ അപ്രതിരോധ്യമായ ഒരു വിധേയത്വമോ ശരണാഗതിയോ പ്രാപിക്കാൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ല മോഹൻലാൽ. മോഹൻലാൽ കേവലം ഒരു നടനാണ്. നമ്മെ രസിപ്പിക്കുന്ന, രസം പ്രദാനം ചെയ്യുന്ന അഭിനയം എന്ന കലയുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളായിരുന്ന ആളാണ്. ആ ബഹുമാനവും പ്രേമവും ഒക്കെ നമ്മൾ ആ കാലത്ത് കാണിച്ചിട്ടുമുണ്ട്. ഇടികൂടി ടിക്കറ്റ് വാങ്ങി ഞാനും സിനിമ കണ്ടിട്ടുണ്ട്. സ്ഫടികം കണ്ടിട്ടുണ്ട്, കമലദളം കണ്ടിട്ടുണ്ട്, വാനപ്രസ്ഥം കണ്ടിട്ടുണ്ട്, ഇരുവർ എന്ന പടം കണ്ട്. എല്ലാറ്റിലും ലോകത്തെ ഏറ്റവും മികച്ച അഭിനയ ശേഷിയുള്ള 10 നടന്മാരിൽ ഒരാൾ തന്നെ ആയിരുന്നു. ഞാൻ അത് പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. പക്ഷെ ആ മനുഷ്യൻ ഒരു 10, 15, 20 കൊല്ലമായിട്ട് ഇങ്ങനെ മുഖഭാവങ്ങൾ ചത്തുപോയൊരു മനുഷ്യനെ വേറെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. കേരളത്തിന്റെ പ്രത്യേകത, നമ്മുടെ മലയാള ചലച്ചിത്ര രംഗം എന്ന് പറയുന്നത് വളരെ സമ്പുഷ്ടമാണ്, സമ്പന്നമാണ്. ശങ്കരാടി വരെയുള്ള അല്ലെങ്കിൽ മാമുക്കോയ വരെയുള്ള നടന്മാരൊക്കെ അതിഗംഭീരമായി പെർഫോം ചെയ്യുന്ന ഒരു നാടാണിത്. അത്ര ഗംഭീരന്മാരായ നടന്മാരുണ്ട് ഇവിടെ. ഞാൻ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. മമ്മൂട്ടി എന്ന ഒരു നടൻ, മമ്മൂട്ടി ഒരു ഇദ്ദേഹത്തിനെ പോലെ തന്നെ കാണപ്പെടുന്ന അത്രയും സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ ആണല്ലോ. മമ്മൂട്ടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു തിരക്കഥ ഇസ്ലാമിക സമാജത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ ഒരു ടെറർ ഗ്രൂപ്പായി ചിത്രീകരിക്കുന്ന ഒരു തിരക്കഥ കൊണ്ട് കൊടുത്താൽ അയാൾ അത് വായിച്ചിട്ട് അതിൽ അഭിനയിക്കുമോ? ഒരിക്കലും ചെയ്യില്ല. അയാൾക്ക് ഇനി എത്ര കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹിന്ദുക്കളുടെ ചുമല് കയറി ലെഫ്റ്റനന്റ് കേണൽ, മറ്റേത് ഭരത് ഗോപ്പ് പുറത്തേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്കെതിരെ ഒരു കഥ. അതും നിങ്ങൾ ആലോചിക്കണം. ബജ്രംഗ് എന്നൊരു പദം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞു. ബജ്രംഗ് എന്നൊരു പദം അതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അടി കൊള്ളേണ്ടതല്ലേ ഇപ്പൊ പൃഥ്വിരാജ് സുകുമാരന്? ആരാണ് ബജ്രംഗി? സീതാമാതാവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ നമ്മുടെ അഭിമാനപാത്രമായ നിത്യബ്രഹ്മചാരിയായ നമ്മുടെ ശക്തിയുടെ പ്രതീകമായ നമ്മുടെ പ്രതിരോധത്തിന്റെയും തിരിച്ചടിയുടെയും പ്രതീകമായിട്ടുള്ള ബജ്രംഗ് ബലി എന്ന മുദ്രാവാക്യത്തിലൂടെ നമ്മൾ ഓർക്കുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമിയല്ലേ അപമാനിച്ചിരിക്കുന്നത്? ഹനുമാനെ അപമാനിക്കും വിധം ബജ്രംഗ് എന്നൊരു പദം എടുത്ത് അതൊരു ഹിന്ദു ടെറർ ഔട്ട്ഫിറ്റിന്റെ പേരാണെന്ന് കൊടുത്താൽ എന്താ അർത്ഥം? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവവിഭാഗമായ ബജ്രംഗ് ദളിനെ അല്ലേ അവിടെ പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ നമ്മുടെ സമാജത്തിന്റെ അഭിമാന ബിംബങ്ങളെല്ലാം പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ഒരു പടത്തിൽ കയറി അഭിനയിക്കാൻ ഇങ്ങനെ കാശു മാത്രമേ നോക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. ചില അടുത്ത വൃത്തങ്ങൾ നൽകുന്ന ചില സൂചനകൾ കൂടിയുണ്ട് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. നമുക്ക് അതിൻ്റെ സോഴ്സ് പറയാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും ഇതിലെ മോഹൻലാലും അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങൾക്കൊക്കെ തന്നെ
ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അത് തെറ്റാണ്. ആ വാദം തെറ്റാണ്. ആ വാദം 100% തെറ്റാണ്. അതെന്താന്ന് വെച്ചാൽ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഇപ്പൊ കുറച്ച് പൈസ അവരുടെ വായിൽ തിരികിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. മാനസിക വിഷമമുണ്ട്, ഇത്തരത്തിലൊരു അജണ്ട ഉണ്ടായിരുന്നതായി വിചാരിച്ചിരുന്നില്ല. അയാളുടെ ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ്. ആശീർവാദ് സിനിമാസ് ആണല്ലോ ഇതിൽ പണം മുടക്കുന്ന മേജർ ഷെയർ എടുക്കുന്നത്. അത് ആരുടേതാണ്? അത് മോഹൻലാലിൻ്റെതാണ്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ബൂസം ഫ്രണ്ട് ആയിട്ടുള്ള പിന്നെ ആന്റണി പെരുമ്പാവൂരിൻ്റെതാണ്. അയാള് ഈ മോഹൻലാലിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കെണിയിൽ കൊണ്ടപ്പെടുത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ എല്ലാ വശങ്ങളും പഠിക്കാതെ അഭിനയിക്കുന്ന ഒരു മണ്ടനാണോ ഇദ്ദേഹം? അല്ലെങ്കിൽ ഒരു തിരക്കഥ ഇവര് പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാല് പടം ഏകദേശം ഹിന്ദുക്കളെ വല്ലാതെ നോവിക്കുന്നതാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് ഈ കണ്ട ക്രൂരതയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ടെറർ ഫണ്ടിങ്ങിൽ ഉണ്ടായ പടമല്ലേ? ആർക്കാണ് അമിത്ഷായോട് ഇത്രയധികം ദേഷ്യമുള്ളത്? ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. ഇവിടുത്തെ ഇന്ത്യൻ ഹമാസ് ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനാണ് അമിത്ഷായോട് ഇത്രയും ദേഷ്യമുള്ളത്. അവരുടെ ദേഷ്യം 2 കാര്യത്തിലാണ്. അവരുടെ മാതൃരാഷ്ട്രമായ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്ന കശ്മീരിനെ സ്വതന്ത്രമാക്കിയത്, അല്ലെങ്കിൽ 370 റിപ്പീൽ ചെയ്ത് കളഞ്ഞതിന്റെ ദേഷ്യമാണത്. കശ്മീരിലെ സ്ത്രീകൾ തലമറയ്ക്കാതെ നടക്കുന്നതിന്റെ വിഷമമാണത്. കശ്മീരിൽ എന്നും ബോംബ് പൊട്ടാത്തതിന്റെ വിഷമമാണത്. കശ്മീരിൽ നമ്മുടെ സൈന്യത്തിന് നേരെ കല്ലേറ് നടക്കാത്തതിന്റെ രോഷമാണത്. അപ്പൊ ഇത് ടെറർ ഫണ്ടിങ്ങിന് ഇറങ്ങിയ പടമാണെന്ന് കാണാൻ ഇയാൾക്ക് അറിഞ്ഞൂടെ? അത്ര ബോധമില്ലേ? അങ്ങനെ ഒരാൾ എങ്ങനെയാ ലഫ്റ്റനന്റ് കേണലായിട്ട് തുടരുക? അത് അപമാനമല്ലേ നമ്മുടെ സൈന്യത്തിന്? നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ, നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ പരസ്യമായി തെറി വിളിക്കുന്ന ഒരു പടത്തിൽ പോയിട്ട് തലവെച്ച് കൊടുത്തിട്ട് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, അങ്ങനെയാണെങ്കിൽ പരസ്യമായി ഈ പണം വാങ്ങിയ പണം തിരിച്ചു കൊടുത്തിട്ട് ഹിന്ദു സമാജത്തോട് മാപ്പ് പറയട്ടെ. അപ്പൊ ഇതൊക്കെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അയാളുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊതിച്ചോടുന്ന വിഡ്ഢികളായ ചെറുപ്പക്കാരുണ്ട് ഇവിടെ. അവരുടെ വിഷമമാണത്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഇതിനകത്ത് കയറിയിട്ട് പറയും സിനിമയായി കണ്ടാൽ പോരെ. സിനിമയായി കണ്ടാൽ മതിയെങ്കിൽ ഇവരെന്താ കശ്മീർ ഫയൽസിനെ അങ്ങനെ കാണാത്തത്? എന്തെല്ലാം തെറി വിളിച്ചു നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചില്ലേ, നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചില്ലേ? കശ്മീരി ഫയൽസ് ഇറങ്ങിയപ്പോൾ എന്താ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ഇവിടുത്തെ ജിഹാദികളുടെ പ്രതികരണം എന്തായിരുന്നു? പോട്ടെ, കേരള സ്റ്റോറി ജിഹാദികളുടെ മതം മാറ്റ ലവ് ജിഹാദിനെ പറ്റിയിട്ട് ഒരു മൂവി ഇറങ്ങിയപ്പോൾ ഇവിടെ എന്തൊക്കെയായിരുന്നു സെൻസറിങ് നടന്നത്? സോഷ്യൽ സെൻസറിങ്. അപ്പൊ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ സിനിമയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ ഹിന്ദുക്കൾക്കെതിരെ വരുമ്പോൾ സിനിമയെ കണ്ടാൽ മതി എന്ന് പറയുന്നവർ ഈ പറഞ്ഞ അച്ചാരം പറ്റുന്നവരാണ്. അല്ലാത്തപ്പോൾ പറയാൻ യാതൊരു മടിയുമില്ല. ഇവരുടെ ഈ ആശീർവാദിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഡക്ഷൻ കമ്പനികളുടെയോ കയ്യിൽ നിന്ന് ലാലേട്ടനെ പറയല്ലേ എന്ന് പറഞ്ഞ് കാശ് വായിൽ തിരുകുന്ന ചിലർ കുരയ്ക്കുന്നതാണ്. ലാലേട്ടൻ തിരക്കഥ കണ്ടില്ല, തിരക്കഥ കാണാതെ സിനിമയിൽ അഭിനയിക്കുന്ന നടന്ന അവാർഡ് കൂടി അദ്ദേഹത്തിന് കിട്ടണം. ഇനി തിരക്കഥ വായിക്കാതെ സിനിമയിൽ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് കഥയറിയാതെ ആടുക എന്നുള്ളത്. നമ്മൾ ആട്ടം കാണുന്നല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ വെറും പൊള്ള വർത്തമാനമാണ്. ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആരോടും യാതൊരു കൂറും സ്നേഹമില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൂറുള്ളത് നോട്ടിലെ ഗാന്ധിയോട് മാത്രമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞ അടുത്ത വൃത്തങ്ങൾ അറിഞ്ഞത്. നിങ്ങളൊരു അടുത്ത വൃത്തം പറഞ്ഞല്ലോ. എനിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് മോഹൻലാൽ കാശുണ്ടാക്കുന്നതിലോ പിന്നെ സീരിയൽ അഭിനയിക്കുന്നതിലോ അല്ലെങ്കിൽ പരസ്യത്തിൽ അഭിനയിക്കുന്നതിലോ എനിക്ക് വിഷയമില്ല. എന്റെ വിഷയം എന്റെ രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്ന് എന്റെ രാജ്യത്തെ അപമാനിച്ചാൽ, എന്റെ ഹിന്ദു ധർമ്മത്തെ അപമാനിച്ചാൽ, അലറി വിളിച്ച് വെന്തു മരിച്ച ശ്രീരാമ ഭക്തരെ അപമാനിച്ചാൽ ഒരു കാരണവശാലും അത് കേട്ടോണ്ടിരിക്കുകയില്ല. അത് മോഹൻലാലല്ല, ഇനി സാക്ഷാൽ ദേവേന്ദ്രൻ പറഞ്ഞാൽ അയാളുടെ തന്തയ്ക്ക് ഞങ്ങൾ വിളിക്കും. അതാണ് നമുക്ക് എന്താണെന്നറിയോ, ഹിന്ദു പോളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? മോദിജിയുടെ ആരാധകരാണ് നമ്മളിപ്പോൾ. ഇതേ മോദിജി നാളെ ഹിന്ദു വിരുദ്ധമായോ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായോ പറഞ്ഞാൽ നമ്മൾ നേരെ തിരിയും. അതായത് ഈ RSS എന്ന് വിളിക്കുന്ന ഒരു പർട്ടിക്കുലർ പോളിറ്റി എന്താണെന്നറിയാമോ? രാഷ്ട്രബോധം മാത്രം കൊണ്ട് നടക്കുന്ന, അതായത് രാഷ്ട്രബോധം ചെലുത്തപ്പെട്ടവരാണ്. അവർക്ക് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മാറിയാൽ അവർ തിരിയും. അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കഞ്ചാവ് കൊടുത്ത് വളർത്തുന്ന പേപ്പട്ടികളെ പോലെ അല്ല ഇത്. അങ്ങനത്തെ ഒരു പോളിറ്റി അല്ല ഇത്. നിങ്ങൾ ആരുമായിക്കോട്ടെ, ഒരു ബേസിക് ടെനറ്റ്സ് ഉണ്ട്, ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾക്ക് വിരുദ്ധമായി ആര് പോയാലും, ഗുരുമൂർത്തി പോയാലും ശശികല ടീച്ചർ പോയാലും പിന്നെ ബാബു പോയാലും ആര് പോയാലും ഈ പോളിറ്റി തെറി വിളിക്കും. കാരണം ഈ പോളിറ്റിയുടെ ബേസിക് ടെനറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്ര രൂഢമൂലമാണ്. 1921 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രൗര്യം ഓർക്കുന്ന തലമുറയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവരോട് പോയിട്ട് നിങ്ങൾ പറയാം ലാലേട്ടൻ ഒരു കുഞ്ഞ് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. തെറ്റ് പറ്റുകയും അതിന് കാശ് വാങ്ങുകയും ചെയ്യുന്ന ആദ്യത്തെ പരിപാടിയല്ലേ. കാശ് വാങ്ങാതെ അഭിനയിച്ചൊന്നുമല്ലല്ലോ. ഇതിന്റെ ലാഭം ഇദ്ദേഹത്തിന് തന്നെയല്ലേ വരുന്നത്, അല്ലാണ്ട് ഗുരുമൂർത്തിക്കല്ലല്ലോ വരുന്നത്.
അപ്പൊ അതുകൊണ്ട് ഈ കങ്കാളത്തെയൊക്കെ നമ്മൾ ചുമക്കേണ്ട ഒരു കാര്യവുമില്ല. അഴീക്കോട് മാഷോട് ഇപ്പൊ ഒരു നന്ദി സ്നേഹം തോന്നുന്നു ഈ ഒരു വാക്ക് പ്രയോഗിച്ചതിൽ. കാരണം കങ്കാളത്തിന് ആത്മാവില്ലല്ലോ. ആത്മാവുള്ളപ്പോഴേ കുറ്റബോധവും ആത്മരോഷവും ആത്മധർമ്മബോധവും ഒക്കെ വരേണ്ട ഒന്നുമില്ലല്ലോ. ഇപ്പോ ആത്മാർത്ഥതയും വേണ്ട. ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ മോഹൻലാലിന്റെ, ഞാനൊരു മോഹൻലാല് ഫാൻ തന്നെ ആയിരുന്നു, കാരണം ഒരു 15 വർഷം മുമ്പ് വരെ. പിന്നെ ഒരു ടിപ്പിക്കൽ എന്താ പറയാ, ഈ ബൊമ്മയെ പോലെ നെയ്യ് കുടിച്ച പോലെ ആടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി ഇയാളുടെ അഭിനയ കരിയർ തീർന്നു തോന്നി. എങ്കിലും അദ്ദേഹത്തെ ആരും ഒരു പദം കൊണ്ട് പോലും വേദനിപ്പിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനെ നിലയ്ക്കാണ് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് സംശയം തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു കുരിശ് തൂങ്ങാൻ തുടങ്ങിയിട്ട് എന്റെ അറിവിൽ ഒരു വർഷത്തിലേറെയായി. ആ കുരിശ് കഴുത്തിൽ നിന്ന് മാറ്റിയിട്ടേ ഇല്ല, പൊന്തയും കുരിശും. അപ്പൊ അത് എനിക്കതിന് വിഷമമൊന്നുമില്ല, അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ധർമ്മബോധമുള്ള ഒരു ഹിന്ദുവിന്, അത് ഞാൻ ചോദിക്കട്ടെ, ഒരു മമ്മൂട്ടി ഒരു നായരായിട്ട് അഭിനയിക്കുന്ന സിനിമ പ്രൊമോഷൻ നടക്കുമ്പോൾ മമ്മൂട്ടി പോയിട്ട് കുറി തൊട്ട് വന്നിരിക്കുവോ? ഇല്ല. അയാൾക്കറിയാം അയാൾ സിനിമയ്ക്ക് വേണ്ടി ആ വേഷം കെട്ടും, കുറി തൊടും, അമ്പലത്തിൽ പോയി തൊഴുന്ന കാണിക്കും. പക്ഷെ അയാളുടെ പേഴ്സണൽ റിലീജിയസ് ബിലീഫിനെ അയാൾ എവിടെയും ബലി കഴിക്കുന്നില്ല. ഇവിടെ സംഗതി അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് ഗോ നേറ്റീവ് എന്ന്. ഒരാൾ ഇംഗ്ലണ്ടിൽ പോയ ഉടനെ കോട്ടും സൂട്ടോട്ട് അത് തൃശ്ശൂർ വന്നപ്പോൾ ഊരിയില്ല എന്ന്. പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് വെച്ചാല്, ചിലരിങ്ങനെ ചിലരുടെ സാമ്പത്തിക വളർച്ചയിൽ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ മതത്തോട് വളരെയധികം ആഭിമുഖ്യം വരികയും അങ്ങനെ എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. ബ്ലാക്ക് മാസിന്റെ ഒക്കെ ടീം പോലെയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. എല്ലാത്തിലും ഒരു ഇല്ലൂമിനാറ്റിയും ഒരു ബ്ലാക്ക് മാസും ഒരു ആന്റി ക്രൈസ്റ്റ്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും? ക്രിസ്തീയ തിയോളജി പ്രകാരം ലൂസിഫർ ആരാണ്? സ്വർഗരാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ചെകുത്താനല്ലേ? ലൂസിഫറിനെ വാഴ്ത്തുകയല്ലേ കേരളത്തിലെ രഹസ്യ ഗ്രൂപ്പായ ആന്റി ക്രൈസ്റ്റുകൾ ചെയ്യുന്നത്? അതെ, അത്തരത്തിൽ അല്ല, കറുത്ത വസ്ത്രങ്ങൾ മാത്രം ഇട്ടിട്ട് പിന്നെ ബ്ലാക്ക് മാസ് നടത്തുന്ന ബ്ലാക്ക് മാസുകാരുടെ പരിപാടിയല്ലേ ഇത്? അതെ, അതുപോലെ അത്തരത്തിലുള്ള അദൃശ്യ ദുരൂഹ കരങ്ങൾ ഈ സിനിമയിലും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇനിയും. ഉണ്ട്. ഇനി അദൃശ്യ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരൊറ്റ ഹിന്ദു അതിനെ അംഗീകരിക്കില്ല. താങ്കളിലേക്ക് എത്താം ശ്രീമതി നുസ്രത്ത് ജഹാൻ. ഒരല്പം താമസിച്ചു പോയി താങ്കളിലേക്ക് എത്താൻ, കാരണം എല്ലാവരും വളരെ വൈകാരികമായാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ സിനിമ, കല, ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതെല്ലാം മാറ്റിവെക്കാം. പകരം നിലവിലെ ഭരണ സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു കലാപമാണ് ഇപ്പോഴത്തെ ഭരണം ദാനം ചെയ്തത് എന്ന തരത്തിൽ, ഇനി ഇതൊന്നും ലഭിച്ചില്ല എങ്കിൽ, തങ്ങൾക്ക് പിടിമുറുക്കാൻ ഇങ്ങ് തെക്കൻ കേരളം അനുവദിച്ചില്ല എങ്കിൽ അതെങ്ങനെ നശിപ്പിക്കണം എന്ന തരത്തിൽ പോലും ഒരു ഹിന്ദു വേഷധാരിയെ കൊണ്ട് പറയിക്കുന്ന തരത്തിലേക്ക് ഈ അജണ്ട മാറുന്നത് എന്തുകൊണ്ടാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് രാജ്യത്തെ വിഘടിക്കുന്ന, അതും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഘടിക്കുന്ന, രാജ്യത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള തിരക്കഥയോടുകൂടി അത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു വിഭാഗം കൃത്യമായ ആസൂത്രണത്തോടെയും ഗൂഢാലോചനയോടുകൂടിയും ചെയ്യുന്ന പ്രവൃത്തി എന്ന് തന്നെയാണോ താങ്കളും കരുതുന്നത്? നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആവിഷ്കാര ദൃശ്യങ്ങള്, മീഡിയ, സിനിമ ഈ കാണുന്നതിലാണ് ലോകത്തിലെ എല്ലാ എഴുത്തിലൂടെയും നാടകങ്ങളിലൂടെയും സിനിമയിലൂടെയും തന്നെയാണ് ഏത് യുദ്ധങ്ങളും ഏത് റെവല്യൂഷനും ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? ചരിത്രം പരിശോധിക്കുക, കണ്ട കാലം തൊട്ടേ അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആവിഷ്കാരം വന്നു, അതിലേക്കുള്ള സംഗതികള് 10-20 കൊല്ലമായിട്ട് ഒരുക്കിക്കൊണ്ടുവരുന്നത് പല പല വഴിയിലൂടെ. ഞാൻ കഴിഞ്ഞ ചർച്ചയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുവിന് ഹിന്ദു തന്നെയാണ് ശത്രു, മുസ്ലിമിന് മുസ്ലിമും തന്നെയാണ്. കാരണം ഈ നാറ്റിക്കണ സമുദായത്തെ നാറ്റിക്കാൻ കുറച്ചു പേരെ ഇറങ്ങും. നമ്മൾ ജനിച്ച മതത്തിൽ ഏതാണോ ആ മതത്തിൽ നിൽക്കുന്നു എന്നല്ലാത്ത ഒരു വഴിക്കും പോവാത്ത എത്രയോ മുസ്ലിം സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ മറക്കാൻ ശ്രമിക്കണ, കാരണം ആർക്കും യുദ്ധങ്ങൾ ഉണ്ടാവാനും കലാപം പുറപ്പെടാനും ഒന്നും ആഗ്രഹമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിക്കുന്ന അധിക മനുഷ്യരും. ഇതുപോലെ ടെററിസോ ചോര കണ്ടാ സന്തോഷം വരുന്നവരല്ലാത്തവരൊക്കെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഗോത്ര കൊണ്ടുവന്ന് ഓർമ്മിപ്പിച്ച്, ആ ഗോത്ര കൊണ്ടാണ് ഇവിടെ നിന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, അതിന് അമിത്ഷാ, ഹോം മിനിസ്റ്റർ, ഇതെല്ലാം വെച്ച്, അതുപോലെ NIA, ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ മകള് സെക്കൻഡ് ഷോയിൽ തന്നെ കണ്ടു ഇന്നലെ തന്നെ. അപ്പൊ എന്നോട് വന്ന് ഫുൾ നറേറ്റ് ചെയ്തു, എന്നോട് ഇങ്ങനെ പോയിന്റ്സ് എടുത്ത്, ഈസ് എ വെൽ റിവ്യൂ പറയുന്ന ഒരാളാണ്. അപ്പൊ അതിൽ പെട്ട ED ഇതുപോലെയുള്ള എല്ലാ സംഗതികളും പിന്നെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ഭരണമാണ് ഭാരതത്തിൽ നടക്കുന്നത്. ഭരണം കിട്ടാൻ കലാപങ്ങൾ സൃഷ്ടിച്ചേ പറ്റുള്ളൂ. ഈ ഒരു മെസ്സേജ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്.
ഈ ഒരു മെസ്സേജ് കൊടുക്കുന്നതോടൊപ്പം ഈ മെസ്സേജിൽ ഇപ്പൊ ഗുരുമൂർത്തി സാറ് പറഞ്ഞതുപോലെ മോഹൻലാൽ എന്ന നടൻ ഒരു ഗ്ലോബലി അംഗീകരിച്ച ഒരു നടനാണ്. നമ്മളെല്ലാം ജീവിതത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ആളായിട്ട് മോഹൻലാലും മമ്മൂട്ടിയും പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് മോഹൻലാല് ഒരു സ്ക്രിപ്റ്റ് വായിക്കാതെ അത് പച്ച നുണയാ, ഒരു സിനിമയും ചെയ്യൂല. അദ്ദേഹത്തിന് എന്തിനാണ് കേണൽ പദവി കൊടുത്ത് രാജ്യം ആദരിച്ചത്? ഇപ്പൊ പറയോ നിങ്ങൾ സംഖ്യകളാണോ കൊടുത്തത്? രാജ്യമാണ്, ഈ രാജ്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ള ഓരോ സുടുക്കളോടും നമ്മൾ പറയണു. കാരണം രാജ്യം കൊടുത്ത അനുമതി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനല്ല. അദ്ദേഹം ആകെ ഒരു യൂണിഫോം ഇട്ട് നമ്മൾ കണ്ടത് വയനാട് ദുരന്തത്തിൽ വന്ന്. അപ്പൊ യൂണിഫോം ഇട്ട് വരാൻ അധികാരം കൊടുത്ത് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാണ് അനേകം ചെറുപ്പക്കാരെ ഇന്ത്യന്റെ സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ആവേശം കൊടുക്കാനാണ് കേണൽ പദവി എന്ന് പറഞ്ഞാൽ. എത്ര കൊല്ലം വർക്ക് ചെയ്തിട്ട ഒരു സോൾജറിന് അത് കിട്ടുന്നതെന്നറിയോ? ഒരു ഭടന് ഒരു കേണൽ പദവി കിട്ടാൻ അയാൾ എത്ര അധ്വാനിക്കണം. ഇത് 2 സിനിമ മിലിറ്ററി ഇതിൽ അഭിനയിച്ചതിന് രാജ്യം നൽകിയ ആദരവാ. അതിനുശേഷം അയാൾ ഒരു മിലിറ്ററി സിനിമ ചെയ്തില്ല. അയാൾ ഇതിന് ശേഷം ഇതുപോലുള്ള കൂട്ടുകെട്ടുകള്, ഇയാൾ പോകുന്ന ഉദ്ഘാടനങ്ങള്, എനിക്കിപ്പോ ഫുൾ തെറിയും ഭീഷണിയും വരും. പക്ഷെ ഞാൻ പറയാണ്ട് പറ്റില്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പോകുന്ന പണം വരെ ഒഴുകുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഇയാൾക്ക് ഈ ഫണ്ടും ഇയാൾക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ രാജ്യത്തിന് വരെ ദ്രോഹമുള്ള ഒരു സംഗതി. അതും കേരളത്തിൽ മാത്രമല്ല ഈ ഫിലിം കണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത്രയും സങ്കടം. കാരണം ഇന്ത്യ ഒട്ടുക്ക് ബാംഗ്ലൂര് 1000 തിയേറ്റർ, ഗ്ലോബലി അമേരിക്ക, ലണ്ടൻ, ദുബായ്, ഇങ്ങനെ കണ്ട എല്ലാ ഇടങ്ങളിലും രാഹുൽ ഗാന്ധി ഓക്സ്ഫോർഡിൽ പോയി പ്രസംഗിക്കണ പോലെ ആയിപ്പോയി ഇതിപ്പോ. കാരണം ലോകത്തിന്റെ നാനാ ഭാഗത്തും പോയി ഇരുന്ന് പറയാ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ്, ഭാരതത്തിൽ ഇതുപോലെയുള്ള സംഗതികൾ ചെയ്തിട്ടാണ് ഭരണത്തിലിരിക്കുന്നത്. പിന്നെ ബജ്രംഗി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ പോലെ ഇറങ്ങി. ആരാ ബജ്രംഗി? ഈ മോഹൻലാലിനും പൃഥ്വിരാജിനും ബജ്രംഗി ബലിജാൻ അറിയില്ല. ബജ്രംഗി എന്ന് പറഞ്ഞ ആ വാക്കറിയില്ലേ? ബജ്രംഗി ബലീൻ അറിയില്ലേ? നമ്മള് എത്രമാത്രം ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞിട്ട് ആദരിക്കുന്ന ഇപ്പൊ ഡൽഹിയിലൊക്കെയാണ് പറഞ്ഞാൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഇമോഷണൽ ഒരു സംഗതിയാണ് ബജ്രംഗീന് എന്തെങ്കിലും പറയാന്നുള്ളത്. അപ്പൊ അതാണ് ആ പേരിൽ വന്ന ആളാണ് സകലതും ഇവിടെ തകർത്ത് തരിപ്പണാക്കുന്നതും. അയാളൊരു ഫോണ് ചെയ്താൽ ഇന്ത്യന്റെ എന്ത് കളി ഇന്ത്യയിൽ നടക്കും എന്നുള്ള ഒരു സംഗതി പറയാ. അപ്പൊ ഈ കലാപം പറയണവര് ഗോത്ര മറക്കാൻ കാരണം എന്താ വെച്ചാല് അത് സപ്പോർട്ട് ചെയ്ത, അത് ജസ്റ്റ് കാണിച്ചു, എന്തോ നടന്ന ഒരു ചിത്രപ്പതിപ്പ് പോലെ കാണിച്ചിട്ടാണ് ഇവർ ഈ സംഗതി വരെ വയറ്റില് ഗർഭിണിയായ പൃഥ്വിരാജിന്റെ അമ്മേനെ കുട്ടി കൊല്ലണ വരെ അതിലുണ്ട് അത്രേ. ഇത്രയും കാണിക്കുമ്പോ ആ ഗോത്രയിൽ ആ സന്യാസിമാര് വെന്തുരുന്നതും കൂടി ഒരു കാണിച്ച നമ്മളാരും പറയില്ല. അവരാരും മരിക്കാൻ വേണ്ടി ആ ട്രെയിനിൽ കയറിയവരായിരുന്നില്ല. രാമജന്മഭൂമിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സന്യാസിമാര് പറഞ്ഞാല് രാമൻ എന്നുള്ള ഒരു പ്രതീകമാണ്. ഇവിടെ ഒരു പുരുഷന്റെ ഏറ്റവും നല്ല പ്രതീകമായിട്ട് ഭാരതം കൾച്ചറിൽ തൊട്ടിട്ട് ഏതോ കാലങ്ങളിൽ തൊട്ട് ഞാൻ പറയും. ഇപ്പൊ ഇവര് പറയും BJP-ക്കാർ ഉണ്ടാക്കിയാണ് രാമന്റെ കഥകൾ വേദങ്ങളിൽ വരെ രാമനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒരു മന്ത്രം വരെ ശിവൻ സീതക്ക് പറഞ്ഞു കൊടുത്തത്. എന്താണ് ഞാൻ ഭഗവാൻ ഉച്ചരിക്കേണ്ടതെന്ന് ചോദിച്ചു കൊടുത്ത് രാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രമാം തത്തുല്യ രാം രാം വരാനനെ. ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊടുക്കാൻ എന്താ കാരണം? ആ സമയത്ത് അതിന് വന്നിട്ടുണ്ടെങ്കിൽ യോഗിയും മോദിയും അല്ല രാമൻ ഉണ്ടാക്കിയതും ക്ഷേത്രം ഉണ്ടാക്കിയതെന്നുള്ളത് ഒന്നുകൂടി നമുക്ക് ഇവരെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ ഓരോരുത്തരെ വിശ്വാസത്തിൽ തൊട്ട് കളിക്കുമ്പോൾ ആലോചിക്കണം. അപ്പൊ അവിടെ പോയി ആ ഒരു കർസേവകരെന്ന് പറഞ്ഞാൽ കൊല്ലാൻ പോണവരെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം. കർസേവകരെന്ന് പറയുന്ന ഈ സന്യാസിമാര് സേവനത്തിനായി പല വിധത്തിലും. അപ്പൊ ഈ കർസേവകരാണ് ശരിക്കും യുദ്ധത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ഥലത്ത് ഒക്കെ ചെല്ലുക. അവർക്ക് അതിനുള്ള പരിശീലനം കിട്ടിയ സന്യാസിമാരാണ് കർസേവകര്. ഞാനും കേട്ട് വിചാരിച്ച അതായിരുന്നു. കാരണം നമ്മളെ ചെറുപ്പത്തിലല്ലേ ഇതൊക്കെ കേൾക്കുന്നത്. എന്തോ കൊല്ലാൻ വന്ന സന്യാസിമാര് കർസേവകരായി പോയി, മറ്റേ ആള് അവനെ ഇനി വെക്കരുത്, അവൻ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു കഥ കേൾക്കും. അത് എല്ലാവരും മനസ്സിലാക്കണം. ഇതൊക്കെ ഓരോ വിഭാഗത്തിന് അവരുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ച് അവർക്ക് കൊടുത്ത നാമങ്ങളായിരുന്നു. ഇതൊന്നും അവിടെ പറയാതെ മോഹൻലാലിനെ കൊണ്ടുവന്ന് ഒരു കോമാളി വേഷം,
പൃഥ്വിരാജ് എന്നൊരിപ്പോ സാറ് പറഞ്ഞ പോലെ പൃഥ്വിരാജ് മോഹൻലാലിനെ അടിച്ചു മാറ്റാൻ തന്നെ കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടേ നമുക്കത് തോന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന് ആകെ 7 ഡയലോഗ് മാത്രമേ ഉള്ളൂ. അതും ഒരു കുപ്പായ ഒരു ഫ്രോക്ക് ഇട്ട് നടത്തിക്കണ. ഇന്നത്തെ കാലത്ത് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരു സ്ഥലത്തും ഒരു കോമാളി വേഷം കെട്ടിയിട്ട് ഒരു ഹീറോ പോവില്ല. അതുപോലും ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരുപാട് അജണ്ടകളുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ഒഴുകിയ സ്ഥലങ്ങൾ ഉറവിടം കണ്ടെത്തണം. ഇതൊന്നും ഇതൊന്നും ഇപ്പൊ കേരളത്തിൽ ആരും കണ്ടെത്താൻ പോകുന്നില്ല. കാരണം ഇതിനൊക്കെ ഇപ്പൊ കാരണം നമ്മൾ കാണുന്നുണ്ട്. ഏത് കണ്ടെത്തിയാലും ചിന്തിച്ചു പോയാലും അവസാനം ആ കഥ വേറൊരു കഥയായിട്ട് മാറും. അത്രേ അവിടെ വന്നിട്ടുള്ളൂ. ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇന്ന് മൊത്തം നമ്മളെ ആക്രമിക്കുന്ന എന്താണ്? സംഘികൾക്ക് പൊട്ടിയൊരു സിനിമ കണ്ടപ്പോ. അപ്പൊ സിനിമ കണ്ടപ്പോ ഇവരെന്തിനാണ് വിവേക് അഗ്നിഹോത്രിന്റെ സിനിമ കണ്ട് നിങ്ങൾക്കറിയോ? ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിലാണ് ഡൽഹിയിൽ 2 തവണ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. മനുഷ്യരിങ്ങനെ ശ്വാസം അടക്കി പെട്ടിച്ച് ഇരുന്നിട്ടാണ് കണ്ടത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കയ്യടി വന്നു ഇറങ്ങി വരുമ്പോ ഒരാളെ പിടിച്ച് എല്ലാരും കെട്ടിപ്പിടിക്കാൻ പോകുന്നു. അപ്പൊ എന്താ നോക്കുമ്പോ അവിടെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയിലുള്ള അതേ സ്റ്റോറിയില് ആ സമയത്ത് ഉണ്ടായേ. അപ്പൊ അവിടെ ഫുൾ കൂട്ടക്കരച്ചില്. അപ്പൊ ഇത്രയും ഇമോഷണൽ ആയിട്ട് നടന്ന ഒരു കാശ്മീർ ദുരന്തം ചിത്രീകരിച്ചതിന്, കാശ്മീർ ഫയൽസ് വന്നതിന് കേരളത്തിൽ എന്തെല്ലാം സംഭവിച്ചു? കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല, കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇതിപ്പോ ഈ സിനിമന്റെ യഥാർത്ഥ പക്ഷേ അവിടെയെല്ലാം ഇപ്പോൾ കശ്മീർ ഫയൽസ് ആയാലും കേരള സ്റ്റോറി ആയാലും ഛാവയായാലും ഒക്കെ കഥ ഇതാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അവിടെയാണ് എതിർപ്പുകൾ വന്നതും സിനിമാ തിയേറ്ററുകളിലടക്കം പ്രദർശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ബഹളം വന്നതും. പക്ഷേ അവിടെയാണ് ഈ സിനിമ വ്യത്യസ്തമാകുന്നത്. ഇവിടെ കഥ എന്താണ് എന്നുള്ളത് അണിയറ പ്രവർത്തകരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ തിരക്കഥ ഏതൊക്കെയോ രീതിയിൽ മാറിയിട്ടുണ്ട് എന്ന് പോലും ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നുണ്ട്. 2022 പറഞ്ഞ തിരക്കഥയല്ല എന്നുള്ളത് നമ്മുടെ ക്യാപ്ഷൻ പോലെ തന്നെ ഇത് തിരുകി കയറ്റിയ മറ്റെന്തോ ലക്ഷ്യങ്ങൾ വെച്ചുള്ള ഒരു കഥയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ബി ജയരാജ്, ഇവിടെ എമ്പുരാൻ സിനിമ ചർച്ചാ വിഷയമാകുന്നു, വിമർശനങ്ങൾക്കും വിധേയമാകുന്നു. കാരണം ഗോധ്ര സംഭവവുമായി ബന്ധപ്പെട്ട് ചില തിരക്കഥകൾ ഈ സിനിമയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് തികച്ചും തെറ്റിദ്ധാരണാജനകമായ തിരക്കഥയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടവർ, അതായത് ചരിത്രം പഠിച്ചവരും എന്താണ് ഗോധ്ര കലാപം എന്ന് മനസ്സിലാക്കിയവരും പറയുന്നത്. താങ്കൾക്ക് എന്താണ് ഈ സിനിമയെക്കുറിച്ച് തോന്നുന്നത്? ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇതൊരു ചരിത്ര സിനിമയൊന്നുമല്ല, ഇതൊരു ഫിക്ഷണലായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ, അതായത് കച്ചവട സിനിമയാണ്. 100% ഒരു കച്ചവട സിനിമയാണ്. കച്ചവട സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ ചേരുവകളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു പാൻ ഇന്ത്യൻ സിനിമയാവാനുള്ള ഒരു സ്ഥലത്തിലാണ് ഈ സിനിമ മോൾഡ് ചെയ്തിരിക്കുന്നത്. കാര്യം പല സിനിമകളും, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള രാജമൗലിയുടെ പല സിനിമകളും, ഇപ്പോൾ ഈച്ച തൊട്ട് നമ്മളിങ്ങനെ ബാഹുബലി വരെയുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു പാൻ ഇന്ത്യൻ ഇമേജ് ഉണ്ടാവുകയും ഒരുപാട് കളക്ട് ചെയ്യുകയും ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിനെയൊക്കെ വെല്ലാൻ വളരെ കുഞ്ഞു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ നിന്നൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഈ സിനിമ ലോഞ്ച് ചെയ്തത്. ഇതിനകത്ത് ചില സന്ദർഭങ്ങളിൽ ചില കഥാപാത്രങ്ങളിൽ ഷെയ്ഡ്സ് ഉണ്ടാകും. പക്ഷേ ഇതൊരു പ്രൊപ്പഗാൻഡ മൂവിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നേരത്തെ ഇവിടെ പരാമർശിച്ച കാര്യങ്ങൾ പലതും ഞാൻ കേട്ടു. അതായത് കാശ്മീർ ഫയൽസ് അതല്ലെങ്കിൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നത് തികച്ചും പ്രൊപ്പഗാൻഡ മൂവീസാണ്. അതുകൊണ്ടാണ് അവർ പ്രൊപ്പഗാൻഡ മൂവീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കേരളത്തിലൊന്നും അത് അധികം ഓടാതിരുന്നതും മറ്റ് പല സ്ഥലങ്ങളിലും ബോക്സ് ഓഫീസിൽ നിന്ന് ഈവൻ ഗോധ്ര ഇൻസിഡൻസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഗോധ്ര ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമ, ഇതൊക്കെ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞെടുത്ത പ്രൊപ്പഗാൻഡ മൂവീസ്. കാര്യം പ്രൊപ്പഗാൻഡ മൂവീസിന് എപ്പോഴും ആളുകൾ ഉണ്ടാവില്ല. പിന്നെ കേരളത്തിലെ ആളുകൾക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുണ്ട്, ഒരു എക്സിബിഷൻ ഒരു കഥയായിട്ടാണ് പറയുന്നത്. ഒരു എക്സിബിഷന് പോകുന്നുണ്ടെങ്കിൽ കുറേ ഞണ്ടുകൾ തുറന്ന പാത്രത്തിൽ വെച്ചിരിക്കുന്നു, ബാക്കി എല്ലായിടും ഞണ്ടുകൾ അടച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഞണ്ടുകൾ എന്താ പുറത്തിറങ്ങാത്തതെന്ന് ചോദിച്ചാൽ ഒരു ഞണ്ട് മേളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റ് ഞണ്ടുകൾ വലിച്ച് താഴേക്ക് ഇടുമെന്നാണ് അതിന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ നിന്നൊരു ബ്രഹ്മാണ്ഡ സിനിമ ഉണ്ടാവുകയും ആ സിനിമ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവുകയും ചെയ്യുക എന്നുള്ളതിനെതിരെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ, ഇപ്പോൾ നമ്മൾ ലൂസിഫർ എടുത്തു കഴിഞ്ഞാൽ ആ ലൂസിഫറിനകത്ത് ഷെയ്ഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ജിതിൻ രാംദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്
രാഹുൽ ഗാന്ധിയുടെ ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്ര മയക്കുമരുന്ന് കച്ചവടക്കാരനായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. അന്ന് കോൺഗ്രസ്സുകാരും പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. കോൺഗ്രസ്സുകാർ അത്ര മോശമൊന്നുമല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കിസ്സ കുർസിക്ക പോലുള്ള സിനിമകളിൽ ബാൻ ഏർപ്പെടുത്തിയിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് സിനിമകൾ ബാൻ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് കോൺഗ്രസ്സുകാർ. എന്നാൽ പോലും അവരാരും അത് ഹേർട്ട് ചെയ്തില്ല. ഇതിനകത്തും ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചുള്ള ഓഫ് ആൻഡ് കമൻസ് ഉണ്ട്, ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചുള്ള ഓഫ് ആൻഡ് കമൻസ് ഉണ്ട്. അതുപോലെ ഇത്തരം ചില ഷെയ്ഡ്സ്, ഇപ്പോൾ ഗോത്ര കലാപം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കുറേ ഒരു കൂട്ടക്കൊല കാണിക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ, ഇപ്പോൾ നമ്മളൊരു പെയിൻറ്റിങ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് കാണുന്നവരുടെ കാഴ്ചപ്പാടനുസരിച്ച്. ഞാൻ അങ്ങേയറ്റം ഒരു രാഷ്ട്രീയ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ അമ്മ അറിയാൻ കാണാൻ പോവുകയാണെങ്കിൽ, ശ്രീ ജയരാജ് 2002 എന്നുള്ള വർഷം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, സംസ്ഥാനവും ഏത് എന്ന് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അമൂർത്തമായിട്ടുള്ള സാധനത്തിന് നമുക്ക് മൂർത്തമായിട്ട് വേണമെങ്കിൽ കൂട്ടി വായിക്കാം, വേണമെങ്കിൽ വായിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രത്യേകതകളാണ്. കാര്യം ഇവിടെ നമ്മൾ രാഷ്ട്രീയ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് അമ്മ അറിയാൻ ജോൺ അബ്രഹാമിൻ്റെ, അതല്ലെങ്കിൽ മീനമാസത്തിലെ സൂര്യൻ, അതല്ലെങ്കിൽ ബക്കറിൻ്റെ സിനിമകൾ, അതല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ തൊട്ടുള്ള കൃത്യമായ രാഷ്ട്രീയം പറയുന്ന വിധേയൻ, കഥാപുരുഷൻ പോലുള്ള സിനിമകൾ. ഇതൊക്കെയാണ് രാഷ്ട്രീയ സിനിമകളെന്ന് പറഞ്ഞ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണെന്നേ, അത് എൻ്റർടൈനർ. ആ ഒരു എൻ്റർടൈനറിനകത്ത് അതിന് മ്യൂസിക്കിനതുണ്ട്. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എക്സംപ്ലറി ആണ്, എക്സ്ട്രാ ഓർഡിനറി ആണ്, അത് വേൾഡ് ക്ലാസ് ആണ്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ സിനിമയിലെ ഓരോ ആംഗിളും ആസ് എ ഫിലിം ലവർ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ഇത്രയും നല്ലൊരു സിനിമ മലയാളത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. കാര്യം അത് എന്തൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് എടുത്താലും ആ ഡയറക്ടോറിയൽ ബ്രില്യൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇതിൻ്റെ കഥകളും കഥാപാത്രങ്ങളും അതിൻ്റെ ഇതും. ഇപ്പോൾ ലൂസിഫറിനോടൊപ്പം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ഒറ്റ സെൻട്രൽ ക്യാരക്ടറാണ് ആ സിനിമയെ മൊത്തം ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. കാര്യം ആ മഹാനടൻ്റെ ഒരു 2 തോളിലാണ് ആ സിനിമ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. നല്ല സിനിമ ബോക്സ് ഓഫീസിൽ പൊളിഞ്ഞു പോയതിനായിരുന്നു. ഈ സിനിമ അങ്ങനെയല്ല. ഈ സിനിമ കുറച്ചുകൂടെയൊക്കെ ഒരു മോഹൻലാലിന് വളരെ കുറച്ച് റോള് മാത്രമേ ഇതിനകത്തുള്ളൂ, വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. പ്രസൻസ് ഉണ്ട്, ഓഫ് സ്ക്രീൻസ് പ്രസൻസ് ഉണ്ട്. മോഹൻലാലിൻ്റെ പേര് തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയത്. എന്നാൽ പോലും ഒരു കംപ്ലീറ്റ്ലി ഒരു 100% ഒരു മോഹൻലാൽ സിനിമയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചൊന്നും എടുത്തതല്ല. പ്രത്യേക ഉദ്ദേശം വെച്ച് എടുത്തെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലെൻസിൽ കൂടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കാണാവുന്ന വേണമെങ്കിൽ കാണാം. പക്ഷെ അതിന്റെ അടിസ്ഥാനമില്ല. ഒരു സിനിമ അങ്ങനെ കാണാമെങ്കിൽ, അങ്ങനെ പ്രത്യേക ലെൻസിൽ കൂടെ അങ്ങനെ നോക്കാമെങ്കിൽ, അതിന് സാമ്യം തോന്നുന്നുവെങ്കിൽ അത് അത്തരത്തിൽ തന്നെ എടുത്തതല്ലേ? കാരണം നമ്മൾ ഏത് ആംഗിളിൽ കൂടെ നോക്കിയാലും അങ്ങനെയല്ല എന്ന് പറയാൻ സാധിക്കുകയില്ലല്ലോ. അങ്ങനെയാണ് എന്നുള്ളൊരു ഉത്തരത്തിലേക്കല്ലേ അവസാനം എത്തിച്ചേരുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ ഒരു നായകനൊന്നും ആകുന്നില്ല അതിന്റെ 2ാം പാർട്ട് വരുമ്പോൾ. കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തത്. അതെ, താങ്കൾ പറഞ്ഞ ഈ ഡയറക്ടറുടെ ബ്രില്യൻസ് പറഞ്ഞതുകൊണ്ടാണ്, ടെക്നിക്കൽ മികവൊക്കെ പറഞ്ഞതുകൊണ്ടാണ്, ടെക്നിക്കൽ മികവും ഡയറക്ടറുടെ സംവിധായകന്റെ ബ്രില്യൻസും ഒക്കെ പറഞ്ഞതാണ്. ഒരു നായകനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല 2ാം ഭാഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ കൂടെ നോക്കിയാൽ അങ്ങനെയാണ് എന്ന് പറയാവുന്ന ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അതിൻ്റെ തിരക്കഥ കൊണ്ടുപോകണമെങ്കിൽ അതും ഇത്തരത്തിൽ സംവിധാനത്തിൻ്റെ ബ്രില്യൻസ്, അതായത് ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബ്രില്യൻസ്, അല്ലെങ്കിൽ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ബ്രില്യൻസ്, അങ്ങനെയും ആകരുതോ? നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലെഫ്റ്റ് പോലുള്ള ഒരു സിനിമ എടുത്ത ഒരാളാണ് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ എടുത്താണ്. അത്തരം മുരളി ഗോപി എപ്പോഴും ഇങ്ങനെ, ഇപ്പോൾ RSS ശാഖ ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു സിനിമ മുരളി ഗോപിയുടെ സിനിമകളിലാണ്. ആ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിലാണ് ഈ സിനിമ ഉണ്ടായിരിക്കുന്നത്. എപ്പടിയാൻ സിനിമ എടുത്തപ്പോഴും അതിനകത്ത് ഈ പറഞ്ഞ കണക്കുള്ള സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയം. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നോട്ട് ചെയ്യുന്നവന് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നുണ്ടോ, ഇതിനകത്ത് RSSൻ്റെ ശാഖ കാണിക്കുന്നുണ്ടോ, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇതെല്ലാം കാണിച്ചെന്ന് പറഞ്ഞിട്ട് അതിനെതിരെയാണെന്നോ അതിന് അനുകൂലമാണെന്നോ എന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കണമെന്ന കാര്യമുണ്ടോ? ഇതൊരു സിനിമയായിട്ട് കാണാൻ വിടുക, അതല്ലാതെ ഇതൊരു പ്രൊപ്പഗണ്ട മൂവി അല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാര്യം ഒരു സിനിമ വളരെ നല്ല രീതിയിൽ ലോഞ്ച് ചെയ്തൊരു സിനിമ, വളരെ നല്ല രീതിയിൽ ടെക്നിക്കലി എടുത്തൊരു സിനിമ, ആ സിനിമ എത്ര നാളായിട്ട് ഈ ഹെഡ് ക്യാമറ തുടങ്ങിയിട്ട് തിയേറ്ററിൽ വന്നിരുന്ന ആളിനെ വെച്ച് കൂവിപ്പിക്കുന്ന ഒരു സംവിധാനം തുടങ്ങിയിട്ട് എത്ര നാളായി. എത്രയോ മോഹൻലാലിൻ്റെ നല്ല സിനിമകൾ തിയേറ്ററിൽ വെച്ച്
ആളിനെ ഇരുത്തി കൂവിച്ച് തോപ്പിച്ച ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര നാളുകളായി മോഹൻലാലിൻ്റെ ഈ പുലിമുരുകന് ശേഷമുള്ള സിനിമകളൊക്കെ പഴയ സിനിമ, ഈ സിനിമയുടെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഏതോ സിനിമയുടെയൊക്കെ അഭിപ്രായം പറയുന്നത് ആളുകളിരുന്ന് ഉറങ്ങുന്ന കാണിക്കുന്നു, ആളുകൾ ഇതിനെക്കുറിച്ച് മോശം കമൻറ്റുകൾ ഇടുന്നു, അത് വർക്കൗട്ട് ആവുന്നില്ല, ആളുകൾ വീണ്ടും കാണാൻ പോകുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ആംഗിളിൽ അതിനെ ഇഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ഈ പടം പൊളിയുന്നെങ്കിൽ അങ്ങ് പൊളിയട്ടെ, എന്നൊക്കെയുള്ള രീതിയിൽ തികച്ചും ദോഷയൊക്കെ ദീർഘങ്ങളായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന ഈ പ്രചരണം എന്നത് സിനിമ ആസ് എൻ ഇൻഡസ്ട്രിയാണ്. ആ ഒരു ഇൻഡസ്ട്രി വിജയിച്ചു പോകട്ടെ, ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയൊന്നുമല്ല. അങ്ങനെ എന്തെങ്കിലും ഷെയ്ഡ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകൾ അതിനെക്കുറിച്ച് അതിന് അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അവർ അപ്പോളജൈസ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ പോലും ഉദ്ദേശിച്ചായിരിക്കില്ല അവർ ആ സിനിമ എടുത്തത്. നമ്മൾ എഴുതാപ്പുറം എന്തിനാണ് വായിക്കുന്നത്? അവർക്കൂടെ അവസരം കൊടുക്കും. വാട്ട് ദേ ഹാവ് ടു സേ അബൌട്ട് ദിസ് മൂവി ഓർ ദേ ടേക്ക് കൂടെ കേൾക്കും. അല്ലാതെ നമ്മൾ വൺ സൈഡ് മാത്രം കണ്ടിട്ട് ഒരു സിനിമയെ എറിഞ്ഞങ്ങ് നശിപ്പിച്ച് അങ്ങ് ഇല്ലാതാക്കുന്നത് അത് ആർക്കും ഗുണം ചെയ്യില്ല. ഒരു മനുഷ്യനും അത് ഗുണം ചെയ്യില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഗുണം ചെയ്യില്ല, മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല, പൊതുവെ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഓപ്ഷൻസിന് അത് ഗുണം ചെയ്യില്ല. അങ്ങനെയുള്ള സിനിമ നമ്മൾ എന്തെല്ലാം സിനിമകൾ കണ്ടിരിക്കുന്നു. ഇപ്പം നിർമ്മാല്യം പോലുള്ള സിനിമ പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ എടുക്കാൻ എന്തുകൊണ്ടാണ് ആളുകൾ പേടിക്കുന്നത്? നിർമ്മാല്യം പോലുള്ള സിനിമയിൽ എന്താണ് വെളിച്ചപ്പാട് ചെയ്യുന്നത്? പ്രതിഷ്ഠയുടെ മുഖത്തേക്ക് നോക്കി കാർക്കിച്ച് തുപ്പി ഒഴിക്കുന്നൊരു സീൻ അതിനകത്തുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞുള്ള സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അത്രയും വിശാലാടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കാണുന്ന ഒരു മലയാളി സമൂഹം എവിടെ പോയി നിൽക്കുന്നു? വളരെ സങ്കുചിതമായിട്ട് കാര്യങ്ങളെ കാണുന്നൊരു മലയാളി സമൂഹം എങ്ങോട്ടാണ് നമ്മൾ പോക്ക്? പിന്നോട്ടാണോ? പഠിച്ച് നമ്മൾ പിന്നോട്ടാണോ പോകുന്നത്? അതോ പുരോഗതിയിലോട്ടാണോ പോകുന്നത്? അതോ അധോഗതിയിലോട്ടാണോ പോകുന്നത്? സ്വയം കുഴിച്ച് അതിനകത്ത് നശിപ്പിക്കുകയാണോ? മലയാള ഫിലിം ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ അത് തമിഴ് ഇൻഡസ്ട്രിക്കും തെലുങ്ക് ഇൻഡസ്ട്രിക്കും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സിനിമകൾ ഇവിടെ കീഴടക്കും. ഇവിടെയുള്ള ആളുകൾക്ക് ജോലിയില്ലാതാവും, ഇവിടെയുള്ള ടെക്നീഷ്യൻസിന് ജോലിയില്ലാതാവും, സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ജോലിയില്ലാതാവും. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും നല്ല നടന്മാരും ഏറ്റവും മികച്ച നടന്മാർ, ഏത് സിനിമ നടൻ, ഏറ്റവും ചെറിയ നടന്മാർ തൊട്ട് അങ്ങേയറ്റത്ത് നടന്മാരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും മികച്ച പെർഫോമൻസ് പുലർത്തുന്ന രീതിയിലാണ്. വേൾഡ് ക്ലാസ് അഭിനേതാക്കളുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ ഡയറക്ടേഴ്സ് അതുപോലുള്ള സ്ഥലമാണ്. അതുപോലെ ടെക്നീഷ്യൻസ് ഉള്ള ടെക്നിക്കൽ നോഹോ ഉള്ള സ്ഥലമാണ്. നമ്മളൊരു ഓസ്കാർ ലെവലിലൊക്കെ സിനിമയൊക്കെ എടുക്കാനായിട്ട്, ഓസ്കാർ എന്ന് പറയുന്നത് വേറെ രീതിയാണ്, എന്നാൽ പോലും ഒരു ഇൻ്റർനാഷണൽ ഇതിനകത്ത് ഒരു മലയാള സിനിമയാണ് ഇന്ത്യൻ സിനിമയെ ഷോക്കേസ് ചെയ്യുന്നത്. പലപ്പോഴും പല സിനിമകളും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ ഷാജിയൻ കരുണിൻ്റെ സിനിമകൾ അല്ലെങ്കിൽ അരവിന്ദൻ്റെയോ അല്ലെങ്കിൽ ജോൺ അബ്രാമിൻ്റെ സിനിമകൾ മാത്രമല്ല, അല്ലാതെ പുതിയ ഇപ്പോൾ സനൽകുമാർ ശശിധരൻ്റെ സിനിമകൾ, അങ്ങനെ ഒരുപാട് പുതിയ സംവിധായകർ, പുതിയ ചെറുപ്പക്കാരൊക്കെ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. അത് ലോകം മുഴുവൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വളരെ സങ്കുചിതമായ കാഴ്ചപ്പാടോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ കീറി മുറിച്ചിട്ട് അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി സങ്കുചിതമായ ചിന്താഗതിയല്ല, പക്ഷേ സിനിമകൾക്ക് സമൂഹത്തിൽ ഒരു സ്വാധീന ശക്തിയാകാൻ കഴിയുകയില്ലേ? സ്വാധീനം ചെലുത്തുകയില്ലേ? പിന്നെ തീർച്ചയായിട്ടും സിനിമകളാണ്. ഇപ്പം നമ്മളിപ്പോൾ വയലൻസിൻ്റെ സ്റ്റഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വയലൻസ് ഉണ്ടാകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ബണ്ടൂർ ആൻഡ് വോൾട്ടേഴ്സിൻ്റെ സ്റ്റഡി ഉണ്ട്. അതിനകത്ത് കാർട്ടൂൺ കാണുന്ന കുട്ടികളുടെ ഒരു പാവയെ കുട്ടികൾ എങ്ങനെ സമീപിക്കുന്നു, അതിനെ അടിക്കുകയും വെട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചിട്ട് അതിന് മുന്നിൽ ഒരു ബോബോ ഡോളിനെ എടുത്തു വെക്കുമ്പോൾ മറ്റു കുട്ടികളുടെ മുന്നിൽ എടുത്തു വെക്കുമ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ആശങ്ക. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ ആ സിനിമയ്ക്ക് കഴിയുമെങ്കിൽ, അത്തരം വയലൻസുകൾ കുട്ടികൾക്കുൾപ്പെടെ അത് സ്വീകരിക്കാൻ അവരുടെ മനസ്സിലേക്ക് പതിയുമെങ്കിൽ, ഇത്തരം അജണ്ടകൾ കടത്തുമ്പോൾ അതും ചിലരുടെയൊക്കെ മനസ്സിൽ പതിയണമെന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു. അല്ലെങ്കിൽ സൗകര്യാർത്ഥം അത് കടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. അവിടെ അപക്വമായ ചിന്താഗതിയൊന്നുമല്ല, ആശങ്കയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. ശരി, ശ്രീമതി ശശികല ടീച്ചർ, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കേൾക്കുന്ന ഒരു വാചകമാണ് സിനിമയായി മാത്രം കണ്ടാൽ പോരെ. അവിടെ എവിടെയാണ് ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള വിഭജിക്കൽ? ഇതൊരു കമേഴ്ഷ്യൽ സിനിമയല്ലേ? അതിൻ്റെ സ്വഭാവത്തിൽ കണ്ടാൽ പോരെ. മറിച്ച് മാറി ചിന്തിക്കുന്നവരൊക്കെ ഏതെങ്കിലും ചട്ടക്കൂടിലോ സങ്കുചിത ചിന്താഗതി പുലർത്തുന്നവരോ ആണോ? സിനിമയെ സിനിമയായി തന്നെയാണ് കാണുന്നത്. അതിന് സിനിമയായിരിക്കണം. മറ്റൊന്നും അതിലൂടെ ഒളിച്ചു കടത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകും. ഇപ്പോ കാഷ്വലായി വരുന്ന ചില സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ചില പണി കൊടുക്കണം എന്നുള്ള ധാരണയിൽ ചില കഥാപാത്രങ്ങളെ കൊണ്ട് ചില സെന്റൻസ് അതൊക്കെ പറയാം. പക്ഷെ ഒരു സിനിമ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്
ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ, അതും നടന്നു കഴിഞ്ഞ സംഭവങ്ങളുടെ ഒരു തല കുത്തനെ നിർത്തിക്കൊണ്ടുള്ള ഒരു അവതരണ രീതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചത്. പല സിനിമകളിലും ഇതുപോലുള്ള പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമയിൽ ഇല്ലാത്ത സെന്റൻസ് പോലും മറ്റേ പ്രചരിപ്പിച്ചാണ് ജനഗണമന സിനിമ എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ ഒരു കാരണം മോദി വിരുദ്ധരുടെ അല്ലെങ്കിൽ രാഷ്ട്ര വിരുദ്ധരുടെ പിന്തുണ നേടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതേ ഒരു എന്താ പറയുക തള്ളിക്കളേണ്ട രൂപത്തിൽ തന്നെ തള്ളിക്കളഞ്ഞു. കാരണം ചില വാചകങ്ങളും ഒക്കെ അതൊക്കെ ആവാം, അത് ചിലപ്പോ അവരുടേതായ ചില താല്പര്യങ്ങൾ കൂടി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ജനശ്രദ്ധ ആകർഷിക്കാൻ വരുന്നതാകാം. അവിടെയൊക്കെ നമുക്ക് സിനിമയെ സിനിമയായി തന്നെ കാണാം. പക്ഷെ ഇതിൽ സിനിമയെ സിനിമയായി കാണാനല്ല എന്താണുള്ളത്? എന്തിനാണ് സിനിമയെ സിനിമയായി കാണണമെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു തിരക്കഥ, എന്തിനാണ് ഇങ്ങനൊരു അവതരണം? 2002 എന്ന് കാണിക്കാതെ തീവണ്ടി ഒരു കൂട്ടക്കൊല അല്ലെങ്കിൽ അതുമായി നടന്ന കാണിക്കാം. പക്ഷെ അവർക്ക് വളരെ കൃത്യമായ അജണ്ടയുണ്ട്, ഇത് ഗോത്ര തന്നെയാണെന്ന് തിരിച്ചറിയണം എന്നത്. അപ്പൊ അവിടെ തുടങ്ങി നേരത്തെ പറഞ്ഞ പോലെ ബജരംഗി എന്ന ജനമനസ്സുകളിൽ ഏറെ ആദരവോടുകൂടി കടന്ന് ഒരുപക്ഷെ MF ഹുസൈൻ നഗ്നനാക്കി വരച്ചതിലൂടെ ചെയ്തത് എന്താണോ അതിനേക്കാൾ വളരെ മൃഗീയമായി എന്ന് മൃഗീയമായി തന്നെ മൃഗങ്ങൾ ചിലപ്പോൾ കേസ് കൊടുക്കും. അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഈ ബജരംഗി എന്ന പേര് ഇവിടെ ഇത്തരത്തിലൊരു വില്ലന് അല്ലെങ്കിൽ ഒരു വില്ല കഥാപാത്രത്തിന് കൊടുത്തുകൊണ്ട്, അത് വെറും വില്ലനുമല്ല, സാധാരണ ഒരു വില്ലനാന്ന് ചിന്തിക്കാം, രാഷ്ട്രവിരുദ്ധമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അത്തരത്തിലൊരു പേര് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞതിലൂടെ കൃത്യമായ അജണ്ടയുണ്ട്. അപ്പൊ എവിടെ വെച്ചുകൊണ്ട് ഈ സിനിമയുടെ ഏത് ഭാഗത്ത് നോക്കിയില്ല സിനിമയെ സിനിമയായി കണ്ടത്. നേരത്തെ ജയരാജ് സാർ പറഞ്ഞതുപോലെ വേണമെങ്കിൽ അതിന്റെ അത്തരം കാര്യങ്ങളെ പറ്റി എനിക്കറിയാൻ വയ്യ. അതിന്റെ ക്യാമറ എവിടെ പോകുന്നു, ഏത് ആംഗിളിൽ പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ അങ്ങനെയൊന്നും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവെനിക്കില്ല. ഞങ്ങളൊക്കെ സാധാരണക്കാർ ഇതിന്റെ കഥയാണ് കാണുന്നത്, ഇതിൽ അഭിനയമാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഓരോ ഷോട്ടിന്റെ മഹിമ പറയാനും അല്ലെങ്കിൽ അതിന്റെ അത് പറയാനൊന്നുള്ള അറിവ് സാധാരണക്കാർക്കില്ല. അത് സിനിമയുടെ പിന്നാവശങ്ങൾ അത്രയും അറിയുന്നവര് അവരതിനെപ്പറ്റി വിലയിരുത്തിക്കൊള്ളട്ടെ. പക്ഷെ ഇത് കാണുന്ന കാണികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് ക്യാമറ വെച്ച ആംഗിളും അല്ലെങ്കിൽ അതിന്റെ കളർ കോമ്പിനേഷനും അതിന്റെ മറ്റു കാര്യത്തിൽ ഇതൊന്നും അവരെ വിഷയം. അവർക്ക് കഥയും അഭിനയവുമാണ്. ഇതിൽ എവിടെ വെച്ചുകൊണ്ട് അത് സിനിമയാന്ന് പറയുക? സിനിമയെ സിനിമയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അത് മോഹൻലാലിന്റെ സിനിമയാണെങ്കിലും പൃഥ്വിരാജിന്റെ സിനിമയാണെങ്കിലും നാളിതുവരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. സിനിമയെ സിനിമയായി തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതല്ല, കൃത്യമായ ഒരു അജണ്ട. ഇത് വെറും ഒരു പ്രൊപ്പഗൻഡ സിനിമയാണ്, വെറും ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ മോഹൻലാലിനെ ഉൾപ്പെടുത്തിയതിന്റെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരിക്കാം. കാരണം മോഹൻലാലിന്റെ പല കഥാപാത്രങ്ങളെയും കണ്ട ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മറ്റേ കേണൽ എന്ന പദവിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രസ്നേഹത്തെ പറ്റി കരുതിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, കാരണം അവരായിരിക്കും ഈ പ്രീ ബുക്കിംഗ് ഒക്കെ നടത്തിയത്. സിനിമ കാണുന്നതിന് മുമ്പ് സാധാരണ ഇവിടെ അതിനായിരുന്നു മുൻതൂക്കം. സിനിമ വന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ റിലീസ് ചെയ്തുകൊണ്ടുള്ള ടിക്കറ്റ് വിൽപ്പനയ്ക്കല്ല, പ്രീ ബുക്കിങ്ങിനായിരുന്നു. കാരണം ഇത് സംഗതി എന്താണെന്ന് അറിഞ്ഞാൽ പാളിപ്പോകുന്നവർക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് കഥ എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് വിൽക്കണം. അതിന് മോഹൻലാലിന്റെ താരമൂല്യം ഉപയോഗിച്ചു. മോഹൻലാലിന്റെ കേണൽ എന്ന പദവിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രസ്നേഹം കരുതുന്ന ദേശസ്നേഹികളുടെ വികാരം ദുരുപയോഗം ചെയ്തു. അപ്പൊ അങ്ങനെ അവരെയൊക്കെ തിയേറ്ററിലേക്ക് എത്തിക്കുക, എന്നിട്ട് അവരുടെ മുന്നിൽ തന്നെ ഇത് ഇത്തരത്തിൽ രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന ദുരുദ്ദേശം. അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുക്കാൻ പറ്റാത്തതാണ്. വെറുതെ ഒരു സിനിമ റിലീസ് ചെയ്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് വരികയെന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. വലിയ ഹൈപ്പ് കൊടുത്ത് പ്രീ ബുക്കിംഗ് നടത്തിയിട്ട് മുന്നിലെത്തിയ കാണികളെ മുഴുവൻ വിധിയൊക്കെയാണ് ചെയ്തത്, അവരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അതിന് മോഹൻലാലിന്റെ താരമൂല്യവും ഈ പറഞ്ഞ പോലെ ദേശത്ത് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പലരും തരത്തിൽ പറയുന്നുണ്ട് മോഹൻലാൽ കഥ അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് അദ്ദേഹത്തിന്റെ നടന്റെ വലിയൊരു പരാജയമാണ്. ഇത്രയും ഈ സിനിമാ രംഗത്ത് പരിചയമുള്ള ഇത്രയും സീനിയർ നടനായ ഒരു അദ്ദേഹത്തിന് സിനിമ നിർമ്മിക്കാനും സമയം എല്ലാത്തിനും കഴിവുള്ള ഒരു വ്യക്തി കഥ വായിച്ചു നോക്കാതെ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പരാജയമാണ്. ഇനി അദ്ദേഹത്തെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തെയും അല്ലെങ്കിൽ മുരളി ഗോപിയെ പോലുള്ളവരെയും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞു, തുറന്നു പറയാനുള്ള സമയം കഴിഞ്ഞു. അവർക്ക് തുറന്നു പറയാമായിരുന്നു. അവരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചവരെ തുറന്നു പറയണം, ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല, ഞങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് എന്ന് അവർ തുറന്നു പറഞ്ഞാൽ ഈ വിഷയം അവിടെ തീരും. ആരും ഇവർക്കെതിരെ പറയില്ല. പക്ഷെ ഇപ്പൊ ഇതുവരെ നമുക്ക് അങ്ങനെ അവരാരും തുറന്നു പറയാത്തത് കൊണ്ട് അവരറിയാതെയാണ് ഇത് സംഭവിച്ചത് എന്ന് കാണാൻ വയ്യ. അപ്പോ വെറും പണം, അതിനപ്പുറം ഒന്നും ആരും ചിന്തിച്ചില്ല. അവിടെ രാഷ്ട്രമോ അല്ലെങ്കിൽ അവരെ സ്നേഹിച്ചവരെയോ ഒന്നും ഒരു പരിഗണിക്കാതെ പിന്നീട് സിനിമ ഒന്നും വിചാരിച്ചിട്ട് അമിത്ഷായ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടോ, അതും അല്ലെങ്കിൽ ഗോത്രയിലെ ആളുകളെ മറ്റേ കുറ്റവാളികൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് വിചാരിച്ചിട്ടോ, രാഷ്ട്രത്തിന്റെ ഇതുപോലുള്ള രാഷ്ട്രീയ ഘടന മാറുമെന്ന് ഇതൊന്നും വിചാരിച്ചിട്ടല്ല. കാരണം ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാം. അത് മാറ്റാൻ ഈ ഒരു സിനിമ കൊണ്ടൊന്നും സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയുള്ള വഞ്ചനകൾ ഇനി ഉണ്ടാകരുത്. ചരിത്ര സംഭവങ്ങളെ നമുക്ക് പോട്ടെ, ചരിത്ര സംഭവങ്ങളെ വളച്ചൊടിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ അല്ലെ ഒരു പക്ഷെ മറ്റൊരു തലത്തിൽ കാണാനൊക്കെ ഇത് ഞാനും നിങ്ങളും നമ്മളിവിടുത്തെ ഇന്ന് ഈ സിനിമ കാണുന്നവര് വൻ ഭൂരിപക്ഷവും എന്താണ് എന്ന് അനുഭവിച്ച സമയമാണ്. ഒരുപാട് പഴക്കമായിട്ടില്ലല്ലോ. നേരറിവുകളല്ലേ നമുക്ക് ഇതിലൊക്കെ ഉള്ളത്. ആ നേരറിവുകളുള്ളൊരു കാരണം
ഒരു കാര്യം ഏതെങ്കിലും ഒരു തരത്തിൽ മാറി ചിന്തിക്കാം. പക്ഷെ അതിനെ തല കുത്തനെ നിർത്തിക്കൊണ്ട് ചതിയനായ ചന്തുവിനെ ചതിക്കാത്ത ചന്തുവാക്കി മാറ്റി തലകുത്തനെ നിർത്തിയതുപോലെ ഒരു സംഭവത്തെ മുഴുവൻ തലകുത്തനെ നിർത്തി അതുകൊണ്ട് നിർത്താതെ അതിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഘടകം നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകം നമുക്കറിയാം. അപ്പൊ ആ നിലയില് ഇവിടെ ഒരു മൂന്നാമതൊരു സംവിധാനം ഒരിക്കൽ വരികയാണെങ്കിൽ അവർ ദുരുദ്ദേശത്തോടു കൂടി ആണ് വരുന്നത് എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ അത് രാഷ്ട്രീയ സിനിമയല്ല എന്നോ പ്രൊപ്പഗൻഡ സിനിമയല്ല എന്നോ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ വയ്യ. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം അവർ ഒളിച്ചു കിടത്തുമ്പോൾ സിനിമയെ സിനിമയായി കാണാൻ സാധിക്കില്ല. അങ്ങനെ കാണാൻ സാധിച്ച അത് അവാർഡുകാരൊക്കെ നോക്കിക്കോട്ടെ. അതിന് ഈ പറഞ്ഞ പോലെ മികച്ച ഛായാഗ്രഹണം ഉണ്ടോ, അല്ലെങ്കിൽ മികച്ച എഡിറ്റിംഗ് ഉണ്ടോ, മികച്ച ശബ്ദ മിശ്രണം ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ അവാർഡ് കൊടുക്കുന്നവർ ചിന്തിക്കട്ടെ. കാണികൾ ഇത് അവർ ശബ്ദം വേറെ, ഛായാഗ്രഹണം വേറെ, സീനറി വേറെ, ഇതൊന്നും കരുതിക്കൊണ്ടല്ല. കാണികൾ ഇതിനെല്ലാം ഒരു ആകത്തുകയാണ് ഇതിന്റെ കാണുക. അതിൽ അവരേക്ക് നയിക്കുന്ന രണ്ട് ഘടകമേ ഉള്ളൂ, അത് കഥയും അഭിനയവും മാത്രമാണ്. ആ രണ്ട് കാര്യത്തിലും ഇവിടെ വലിയൊരു സമൂഹത്തെ വഞ്ചിച്ചു എന്ന് നിസ്സംശയം. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഒരു കച്ചവട സിനിമ മാത്രമാണ് എമ്പുരാൻ എന്നാണ് ഇടത് നിരീക്ഷകനായ ഡോക്ടർ ബി ജയരാജ് പറയുന്നത്. ഇതിൽ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി, സിനിമയെ സിനിമയായി കാണണം എന്നുള്ളത്. അങ്ങനെ ഒരു പ്രൊപ്പഗൻഡ ഇതിലില്ല എങ്കിൽ എന്തുകൊണ്ടാണ് വർഷം, സംസ്ഥാനം, അവിടെ ഉണ്ടാകുന്ന കലാപം, അതിലുണ്ടാകുന്ന ഇര എന്നൊക്കെയുള്ള രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്? മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് അങ്ങനെ ഒരു കച്ചവടവൽകൃത സിനിമയാണ് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതെങ്കിൽ? അപ്പോൾ ഇവിടെ ബോധപൂർവമായ ഒരു ശ്രമം നടന്നിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിലൊരു രസകരമായ സംഗതി ഉള്ളത്, നമ്മുടെ ഡോക്ടർ ബി ജയരാജ് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ നിലപാടുകൾ മുമ്പും ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്നതുകൊണ്ട് മനസ്സിലാക്കിയതാണ്. ആരാണ് ഇവിടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി ക്ലാസ് എടുക്കുന്നതെന്ന് അത്ഭുതം തോന്നുകയാണ്. കണ്ണൂർ ജില്ലയില് വിനയ എന്നൊരു സ്ത്രീയുടെ പറമ്പിൽ നിന്ന് തേങ്ങ ഇടാൻ പോലും സമ്മതിക്കാത്തൊരു പാർട്ടിയാണ്. 6-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിന്റെ ഏകോദര സഹോദരനാണ്. അതായത് തങ്ങൾക്ക് വെറുപ്പ് വന്ന് പറയട്ടെ സാറിന്റെ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിക്ക് വെറുപ്പ് വന്നു കഴിഞ്ഞാൽ കിണറ്റിൽ മലം കൊണ്ടിടുക, ബാർബർ ഷാപ്പിൽ നിന്ന് മുടി മുറിച്ച് ഒന്നിച്ചു കൊണ്ടിടുക, കരിയോലൊഴിക്കുക, ഇങ്ങനത്തെ ലോകം കണ്ട ഏറ്റവും വലിയ നാറിത്തരം മുഴുവൻ കാണിക്കാൻ യാതൊരു മടിയില്ലാത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ആ പാർട്ടിയുടെ ആൾക്കാരാണ് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, എതിർ സ്വരങ്ങളെ അമർച്ച ചെയ്യരുത്. ഈ കുലംകുത്തി എന്ന് പ്രസംഗിച്ച് മുഖ്യമന്ത്രി അവിടുന്ന് പോയിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതുവരെ കൂടെ കൊണ്ടുനടന്നിരുന്ന ടി.പി. ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വെട്ടി ക്രൗര്യം തീർത്തവരാണ് ഈ പറയുന്നത് ഒന്നും ചെയ്യരുത്. ഇപ്പൊ ഒരു പാല് ചവച്ചു കുടിക്കുന്ന ആളുകളാണല്ലോ CPM-കാർ. ലെഫ്റ്റ് എന്നൊരു പടം ഇതേ മുരളി ഗോപി തിരക്കഥ എഴുതിയ ലെഫ്റ്റ് എന്ന പടത്തിന് കേരളത്തിൽ അൺഒഫീഷ്യൽ ബാൻ ഉണ്ടായിരുന്നു. പല തിയേറ്ററുകളിലും ഇത് സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കാഞ്ഞത് ആരാണ്? ഇവിടുത്തെ DYFI-കാരാണ്. കാരണം അവരുടെ ഇപ്പോഴത്തെ എമ്പുരാനായ പിണറായി വിജയനെ നേരിട്ട് വിമർശിക്കുന്ന വ്യംഗ്യം അതിൽ പലപ്പോഴും കാണിച്ചതുകൊണ്ടാണ് ഹരീഷ് പേരടിയുടെ ക്യാരക്ടർ. അപ്പൊ പലയിടത്തും ഇത് പ്രദർശിപ്പിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. മുരളി ഗോപി തന്നെ ഇത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്നിട്ട് ഇപ്പൊ പറയണം, അയ്യോ നിങ്ങൾ എന്ത് മനുഷ്യരാണ്, നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്, നിങ്ങൾ സംഘികൾ എത്ര പഴഞ്ചന്മാരാണ്, നിങ്ങളൊന്ന് വിശാലമായി ചിന്തിക്കൂ. ഞാൻ ചോദിക്കട്ടെ, നിർമാല്യം സിനിമയില് ഭഗവതിയുടെ മുഖത്ത് പൂജകൻ തുപ്പി, വെളിച്ചപ്പാട് തുപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. എങ്ങനെയാണ് വെളിച്ചപ്പാട് ആ തരത്തിലായത്? വെളിച്ചപ്പാടിന്റെ ഭാര്യയെ ഒരു മുസ്ലിം ക്യാരക്ടർ പോയിട്ട് നശിപ്പിക്കുന്ന, അവരുടെ പട്ടിണി മുതലെടുത്ത് നശിപ്പിക്കുന്ന കാര്യം എന്താ കേരളം ചർച്ച ചെയ്യാത്തത്? അത് പറയില്ല. വെളിച്ചപ്പാടിന്റെ ഭാര്യയെ വെളിച്ചപ്പാടില്ലാത്തപ്പോൾ വെളിച്ചപ്പാടിന്റെ ദാരിദ്ര്യം മുതലെടുത്ത് കൊണ്ടുപോയി പിഴപ്പിക്കുന്ന ഒരു മുസ്ലിം ക്യാരക്ടറെ പറ്റി ചർച്ച ചെയ്യാത്ത എന്താ? ഭഗവതിയുടെ മുഖത്ത് തുപ്പിയ മാത്രം പറയുന്നത് എന്താ? അപ്പൊ നിങ്ങളുടേതും സിലക്റ്റീവ് ക്രിറ്റിസിസമാണ്, ഒരു സംശയവുമില്ല. ലോകമെമ്പാടും സ്റ്റാലിനിസം വളർന്നത് സിലക്റ്റീവ് ക്രിറ്റിസിസത്തിലൂടെയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വിശാലതയൊന്നുമില്ല. നിങ്ങളുടെ പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേരിലല്ലേ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഭയന്ന് വന്ന് ചേർന്ന MR മുരളി അടക്കം ആൾക്കാരെ നിങ്ങൾ റോഡിലിട്ട് അടിച്ച് കയ്യും തലയും പൊട്ടിച്ചവരല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിന്റെ പേരിലല്ലേ, അല്ലാണ്ട് അവർ പിണറായി വിജയന്റെ വീട് കല്ലെറിഞ്ഞതിന്റെ പേരില്ല. MR മുരളിയെ റോഡിലിട്ട് അടിച്ചില്ലേ? അയാളിപ്പോ ഭയന്ന് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയല്ലേ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ട്? അപ്പോട്ടെ, നമ്മുടെ ഷാജഹാനെ പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലേ? അല്ലെങ്കിൽ ടി.പി. ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി കൊന്നില്ലേ? ആരാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒരു ക്ലാസ് എടുക്കുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ ജനസൈഡ് നടത്തിയ സ്റ്റാലിന്റെ ആളുകളാണോ? അത്ഭുതം തന്നെ തോന്നുന്നു. പോട്ടെ, ഒരു കാര്യം പറയാം. ഈ ചലച്ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വിഷയം പറയേണ്ടതുണ്ട്. ലെഫ്റ്റിനെ ഇവര് സോഷ്യൽ സെൻസർഷിപ്പിന് വിധേയമാക്കി ഇടതുപക്ഷം ഇവിടുത്തെ
പല തിയേറ്ററുകളിലും ഇവര് ആളെ വെച്ച് കൂവിപ്പിച്ചും തിയേറ്ററിന് കല്ലെറിഞ്ഞും വഴിതടഞ്ഞും ഇത് പ്രദർശന അനുമതി നിഷേധിച്ച പടമാണ്. ഇതേ മുരളി ഗോപി ഈ പിണറായി വിജയനെ പിന്നെ വിമർശിച്ചതിന്റെ പേരിൽ അവരാണ് പറയുന്നത് സംഘികളെ നിങ്ങൾ വളരെ പഴഞ്ചന്മാരാണ്, മുരളി ഗോപിയുടെ പടത്തെ കലയായിട്ട് കാണേണ്ടതെന്നൊക്കെ. അതൊന്നും ഇങ്ങോട്ട് ഉപദേശിക്കേണ്ട. ഈ പടത്തിന് സെൻസർ ബോർഡ് ഒരു വിലക്കും കൊടുത്തില്ലല്ലോ, പടം ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് തടയാൻ നിങ്ങൾക്കാവില്ലല്ലോ. ഞങ്ങളെ പോലെ മുരളി ഗോപിയുടെ കണ്ടി കൊണ്ടുപോയിട്ട് മുടി മുറിച്ചിടാനും അപ്പിയിടാനും ഞങ്ങൾ തയ്യാറല്ല. അങ്ങനത്തെ പരിപാടി ഞങ്ങളതിലില്ല. ഒന്ന്. ഇനി വേറൊരു വിഷയമുള്ളത്, ഇവിടെ 1984 അടൂർ ഗോപാലകൃഷ്ണൻ ഇറക്കിയ മുഖാമുഖം എന്ന പടം അതും ഇത് തന്നെയായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ പറ്റിയുള്ള പടമാണ്. അതിനും സോഷ്യൽ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു ഇവിടെ 84. അപ്പോ ഞങ്ങൾ ഇവിടെ പറയുന്ന അതല്ല. ഈ ഭാരതത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മതാധിഷ്ഠാനത്തിൽ ഉണ്ടായിട്ടുള്ള ഇസ്ലാമിന്റെ കടന്നുകയറ്റത്തെ തുടർന്ന് അനേകായിരം 48,000 ക്ഷേത്രങ്ങൾ ഭാരതത്തിലുടനീളം ഇസ്ലാമിന്റെ തേർവാഴ്ചയിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രതീകങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രമടക്കം മധുരയിലുമുണ്ട്. ശ്രീരാമ ജന്മഭൂമിയായി ഹിന്ദുക്കൾ അങ്ങേയറ്റം ആദരിക്കുന്ന അയോധ്യയിൽ ഉണ്ടായിരുന്ന തർക്കമന്ദിരം. എന്തുകൊണ്ടാണ് തർക്കമന്ദിരം എന്ന് പറയുന്നത്? ഇസ്ലാമിൽ ഒരു വ്യക്തിയുടെ പേരിൽ പള്ളി ഉണ്ടാവില്ല. ഇവിടെ ഒരു വ്യക്തിയുടെ പേരിലാണ് പള്ളി, ബാബർ പള്ളിയാണ്. ആ പള്ളി ഇവിടെ തൂണുകളടക്കം അസ്ഥിവാരമടക്കം ഹൈന്ദവ ക്ഷേത്രം പൊളിച്ചത് കൊണ്ടുണ്ടാക്കിയതാണെന്ന് KK മുഹമ്മദ് എന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഭാരതീയൻ എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ പുസ്തകമുണ്ട്, മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത്, പോയി വായിച്ചു നോക്കും. അപ്പൊ നിങ്ങൾ പറയാം അത് സംഖ്യകൾ കാശ് കൊടുത്ത് എഴുതിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഉടനെ അതൊക്കെ ഇങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞ അതൊക്കെ വളരെ വസ്തുതാപരമാണ്, അത്ര വർത്താനൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഒന്ന്. ഇനി ഇവിടെ ഈ എമ്പുരാൻ എന്ന ചലച്ചിത്രത്തിൽ ഇപ്പോ ജനം ടിവിയുടെ പോസ്റ്ററിൽ പോലും മോഹൻലാൽ ഇല്ല. അത് തെറ്റാണ്. മോഹൻലാൽ അറിഞ്ഞുകൊണ്ടും പണം മുടക്കിക്കൊണ്ടും തിരക്കഥ മനസ്സിലാക്കിക്കൊണ്ടും ഇറക്കിയ പടമാണിത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ എനിക്ക് അർത്ഥമില്ല. പൃഥ്വിരാജ് സുകുമാരൻ, ഞാൻ ചോദിക്കട്ടെ, കേരളീയ ഹിന്ദുക്കളുടെ മേൽ ഇത്രയധികം ക്രൗര്യം അഴിച്ചുവിട്ട 1921 വർഗീയ ലഹള, മാപ്പിള ലഹളയെ സ്വാതന്ത്ര്യ സമരമായും മറ്റും ചിത്രീകരിക്കുന്ന ആ ഒരു നാരറ്റീവിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് പൃഥ്വിരാജ് സുകുമാരൻ. മുമ്പും പറഞ്ഞിട്ടുണ്ട് വാര്യൻ കുന്നനായിട്ട് അഭിനയിക്കാൻ അയാൾ തയ്യാറായിരുന്നതുമാണ്. ഇപ്പൊ അതേ വാര്യൻ കുന്നനെ ഒരു വേറെ തിരക്കഥയിലൂടെ ഒളിച്ചു കടത്തുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരനും മുരളി ഗോപിയോട് ചെയ്തിരിക്കുന്നത്. ഇവരെപ്പോഴും ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് അവരുടെ സിനിമ നടന്നോട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക്, ഹേർട്ടായിട്ടുള്ള ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്താ വിരോധം? ഞങ്ങൾ അവരെ ആക്രമിക്കാൻ പോയില്ലല്ലോ, അവർ കൊല്ലം കുത്തികളാന്ന് പറഞ്ഞ് കൊല്ലാൻ പോയില്ലല്ലോ, അവരെ വണ്ടി വഴി തടഞ്ഞില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പൊ പിന്നെ ഒരു കാര്യം വളരെ നമ്മൾ കേരളത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റം, ദിലീപ് എന്നൊരു നടൻ മലയാള ചലച്ചിത്രത്തിന്റെ ഭൂരിഭാഗവും വിറ്റുവരവും മറ്റും നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. ദിലീപിന്റെ കേസ് നടക്കുന്നു, അതുകൊണ്ട് അതിന്റെ ശരി തെറ്റുകളെ പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ ദിലീപ് എന്ന നടനെ ഡിസ്മാന്റിൽ ചെയ്യണം, അയാളുടെ സാമ്രാജ്യം തകർക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നെനിക്ക് പറയാൻ പറ്റും. ആ തകർക്കണമെന്നത് ആരുടെയൊക്കെ ആഗ്രഹമായിരുന്നു. അവിടുന്ന് ഹിന്ദു ക്യാരക്ടേഴ്സ് മുഴുവൻ വില്ലൻസ് ആയി മാറുന്നത് അസ്വാഭാവികമല്ലേ എന്നൊക്കെ ഒരു സാധാരണക്കാരനായ എന്റെ ചിന്തയിലുണ്ട്. അപ്പൊ ദിലീപിന്റെ സാമ്രാജ്യം തകർക്കണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഒരു പ്രത്യേക കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന ഒരു മാഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവെ പറയാറ്. അപ്പൊ അവരവരുടെ ലക്ഷ്യം കൈവരിച്ചു, 150-200 കോടി അവർ കൈവരിച്ചു, വലിയ സിനിമകൾ ഉണ്ടാക്കുന്നു. നല്ലത് തന്നെ. ദിലീപ് കുറ്റക്കാരനല്ലെന്നോ കുറ്റക്കാരനാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു സിനിമാ വ്യവസായത്തിന്റെ ഒരു മുഖത്തെ തകർത്തുകൊണ്ടാണ് ഈ പൃഥ്വിരാജിന്റെ മുഖം ഉയർന്നു വന്നിരിക്കുന്നത്. സമൂഹം ഒബ്സർവ് ചെയ്യുന്ന ആർക്കും മനസ്സിലാവും അത് ശരിയായ നടപടിയല്ല. അത്തരത്തിൽ നമ്മൾ ഒരു സിനിമാ വ്യവസായത്തെ തകർത്തുകൂടാ എന്ന് പൃഥ്വിരാജിന് കൂടി തോന്നണമായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ കൂവി തകർക്കരുതെന്ന്. കൂവി തകർത്തതിൽ എല്ലാവരും ഉണ്ട്, ഇന്നയാള് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരു വിഷയം, ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് തിരക്കഥ അറിഞ്ഞുകൂടായിരുന്നു, അദ്ദേഹം കണ്ടില്ല കേട്ടില്ല. പിന്നെ ഇപ്പൊ വേറെ പറഞ്ഞല്ലോ BJP അവരുടെ എന്തോ കോർ കമ്മിറ്റി കൂടി പിന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നൊക്കെ ഡോക്ടർ ജയരാജ് പറഞ്ഞല്ലോ. BJP അല്ല, ദേവേന്ദ്രൻ പറഞ്ഞാലും ഹിന്ദുക്കൾക്ക് ബോധിക്കണമെങ്കിൽ അത് കുറച്ച് പ്രയാസമാണ്. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഗോധ്രയിൽ കർഷകരെ, നിഷ്കളങ്കരായ കർഷകരെ, അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ പോയി മടങ്ങുന്ന കർഷകരെ 59 പേരെ ഒരു ബോഗിയിൽ ചുട്ടുകൊന്നു. അത് കേവലം ഒരു മിസ്ഹാപ്പ് ആയിരുന്നില്ല, അത് ഒരു അറ്റാക്ക് ആയിരുന്നു, ഒരു ആർസൺ കേസാണ്, തീവെപ്പ് കേസാണ്. മാത്രമല്ല ലാലു പ്രസാദ് യാദവ് അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ഒരു 1 മാൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ട് കൊടുത്തു. എന്താണ് ഇത്? അതിന് ബോഗിക്കുള്ളിൽ നിന്നുണ്ടായ ഫയർ ആണെന്ന്.
നോക്കണം, കോൺഗ്രസ് എത്രത്തോളം ഹിന്ദു വിരുദ്ധമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലല്ലു പ്രസാദ് യാദവിന്റെ ആ കമ്മീഷൻ. അത് പിന്നീട് ഗുജറാത്ത് ഹൈക്കോർട്ട് നല്ലോണം പൊളിച്ച് കീറി കൊടുത്തിരിക്കും എങ്കിലും ആ കമ്മീഷന്റെ അതെ അതെ ഏത് കമ്മീഷൻ? ബാനർജി കമ്മീഷൻ. ഉമേഷ് ബാനർജി അല്ലേ? ഉമേഷ് ബാനർജി കമ്മീഷൻ അത് UPA സർക്കാർ കൊണ്ടുവന്നാണ്. അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ കർഷകർ യാത്ര ചെയ്തിരുന്ന ബോഗിക്കകത്തു നിന്ന് തീ ഉണ്ടായെന്നാണ്. അതിനെ പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി തെളിവ് സഹിതം പൊളിച്ചു ചെയ്തിട്ടുണ്ട്. കാരണം 1000 പേരടങ്ങുന്ന ഒരു സംഘം ഈ ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. മാത്രമല്ല 140 ലിറ്റർ പെട്രോൾ അവർ അവിടെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഈ ബോഗി മുഴുവൻ കത്തിക്കാൻ വേണ്ടിയിട്ട് 140 ലിറ്റർ പെട്രോൾ എവിടെ നിന്നാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തത്? അപ്പോൾ ഇത് പെട്ടെന്നല്ല, പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ജനസൈഡ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു ജനസൈഡ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ മൊത്തത്തിൽ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. ഈ ബോഗികളുടെ വിൻഡോസ് ഡോസ് എല്ലാം കൊളുത്തിയിട്ട് അടച്ചിരിക്കുകയാണ്. അങ്ങനെ ചുട്ടും വെന്തും പുക ശ്വസിച്ചും ചത്തൊടുങ്ങിയ ഹിന്ദുക്കളോട് വീണ്ടും 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 അനീതി ആവർത്തിക്കുകയല്ലേ ഇത്തരം ചലച്ചിത്രങ്ങളിലൂടെ? അതിൽ ബജ്രംഗ് ബലി എന്ന നമ്മുടെ ആരാധ്യനായ വീരപുരുഷനായ ഹനുമാനെ പരമാവധി അപമാനിക്കല്ലേ ആ ബജ്രംഗ് എന്ന ശബ്ദം കൊണ്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ അത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവവിഭാഗമായ ബജ്രംഗ് ദളിനെയാണോ സൂചിപ്പിക്കുന്നത്? ഏകദേശം ഇതേ ടോണിൽ മുരളി ഗോപി മുമ്പൊരു പൊട്ടിപ്പോയി തിരക്കഥ എഴുതിയിരുന്നു, ടിയാൻ എന്ന് പറഞ്ഞിട്ട്. അതത്ര വിജയിച്ചില്ല. അതിന്റെ ഒരു പുനരാവിഷ്കരണമാണ്, വാര്യൻകുന്നനെയും ചേർത്തുകൊണ്ടുള്ളൊരു പുനരാവിഷ്കരണമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. പടം വിജയിക്കുമോ, സാമ്പത്തികം നേടുമോ, മോഹൻലാൽ കാശുണ്ടാക്കുമോ, അവാർഡ് കിട്ടുമോ എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കും. ഞങ്ങളുടെ ചിന്ത വെളുപ്പിച്ചെടുക്കാൻ ആര് ശ്രമിച്ചാലും അത് വെളുപ്പുകയില്ല. അത് ഹിന്ദു ഹൃദയത്തിലുണ്ടായ മുറിപ്പാടാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ ഞങ്ങൾ പോയിട്ട് പൃഥ്വിരാജ് ചൗഹാന്റെ വീട്ടിൽ മുടി മുറിച്ചിടാനോ അല്ലെങ്കിൽ അവന്റെ തെങ്ങിന് തേങ്ങ ഇടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നാട്ടുപ്രമാണിമാരെ പോലെ നിങ്ങൾ ഇനി നിങ്ങളെ തെങ്ങിന് തേങ്ങ ഇട്ടാൻ കാണിച്ചെന്ന് പറഞ്ഞ് പാർട്ടി ഗുണ്ടകള് കാവൽ നിൽക്കുന്നവരുടെ എരപ്പാളിത്തരമൊന്നും ഏതായാലും ഞങ്ങൾ ഹിന്ദുക്കൾ ചെയ്യില്ല. അത് ഞാൻ ഡോക്ടർ ജയരാജനോട് പറയും. ഡോക്ടർ ജയരാജ് വളരെ സൗമ്യനായി വിശാല ഹൃദയനെ പറഞ്ഞത്, താങ്കളുടെ പാർട്ടിയാണ് കേരളത്തിൽ ഇക്കണ്ട എല്ലാ സോഷ്യൽ സെൻസിറ്റീവും, സിനിമയ്ക്ക് മാത്രമല്ല വ്യക്തി ജീവിതങ്ങളിൽ പോലും. ഒരു സ്ത്രീ, ക്യാൻസർ പേഷ്യന്റ് ആയ സ്ത്രീക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ പറ്റാന്ന് അഭിനയിക്കുക, അവർ മരിച്ചു അടുത്ത കാലം. അപ്പൊ ഇങ്ങനെ ക്രൗര്യം ചെയ്യുന്ന ഫാഷിസത്തിന്റെ അങ്ങേ തലയിൽ നിൽക്കുന്നവരാണ് ഹിന്ദുക്കളോട് പറയുന്നത് നിങ്ങൾ സിനിമയെ വിമർശിക്കല്ലേ എന്ന്. ആര് പറഞ്ഞാലും സിനിമയ്ക്ക് അകത്തൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന വർഗീയത, അല്ലെങ്കിൽ ഒളിച്ചു കടത്തപ്പെടുന്ന സൂക്ഷ്മമായ ഹിന്ദു വിരോധം, അല്ലെങ്കിൽ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയമായി വിരോധമുള്ളവരെയാണ് മോദിയും അമിത്ഷായും കൂടി വേട്ടയാടുന്നതെന്നുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും എക്കാലത്തെയും പ്രചരണായുധമല്ലേ മുരളി ഗോപി ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ED പറഞ്ഞു വിടുന്നു. അതാണ് ചിത്രത്തിന്റെ വലിയൊരു പ്രകാരം. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, അരവിന്ദ് കെജ്രിവാൾ അകത്ത്, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഈ അഴിമതിക്കെതിരെ രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാൾ സ്വന്തം വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി 4 കോടി രൂപകളാണ് ചെലവാക്കിയത്. കേൾക്കുമ്പോൾ വിഷമം തോന്നും. പാർട്ടി കാണിച്ച തെമ്മാടിത്തരങ്ങൾക്ക് പറയുമ്പോൾ വിഷമം തോന്നും. പക്ഷെ ഞാനൊരു കാര്യം പറയാം. എന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ എമ്പുരാൻ എന്ന പടത്തിനോടുള്ള വിരോധം എന്ന് പറഞ്ഞാൽ പടം നിരോധിക്കുകയോ പടത്തിന്റെ കൂക്കി വിളിക്കുകയോ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഗോധ്രയിൽ നടന്നത് ആണ് മൂലകാരണം. ആ മൂലകാരണത്തിനുണ്ടായ തിരിച്ചടി മാത്രമാണ്, സാധാരണ ജനങ്ങൾ സംഘടിച്ച് തിരിച്ചടിച്ചത് മാത്രമാണ് ഗുജറാത്തിലുണ്ടായ കലാപം. അല്ലാതെ ഗോധ്ര എന്ന് പറയുന്നത് ഒരു മിസ്ഹാപ്പ് ആയിരുന്നെന്നോ അല്ലെങ്കിൽ ഗോധ്ര സംഘികൾ തന്നെ ചെയ്താണെന്നുള്ള ആ ജിഹാദി വേർഷൻ അംഗീകരിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സിലെന്നേ പറഞ്ഞുള്ളൂ. ശരി, സമയക്കുറവുള്ളത് കൊണ്ട് ഇടപെടുകയാണ് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. എന്തായാലും മുഖം മൂടി അണിഞ്ഞും കൂടെ നിൽക്കുന്നവരെ പോലും തെറ്റിദ്ധരിപ്പിച്ചും ഒരു രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാൻ അത് ആര് ശ്രമിച്ചാലും അത് നീതിക്ക് നിരക്കുന്നതല്ല. സിനിമയിൽ മതവും രാഷ്ട്രീയവും വർഗീയതയും കലർത്തി അതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള വ്യഗ്രത വച്ച് പുലർത്തുന്നവർക്ക് കാലം കരുതി വച്ചിരിക്കുന്ന ക്ലൈമാക്സുകൾ ചിലപ്പോൾ അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറം തന്നെ ആയിരിക്കും കലാരംഗത്ത് എന്നുള്ളത് തന്നെയാണ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.